ആദരണീയ അധ്യക്ഷൻ, വേദിയിൽ സന്നിഹിതനായ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ മാന്യ ഹരിയേട്ടൻ, സ്നേഹനിധികളായ പ്രിയ സജ്ജനങ്ങളെ, സാദര നമസ്കാരം. 15 വർഷങ്ങൾ കഴിഞ്ഞു നമ്മുടെ അശ്വിനികുമാർ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട്. നേരത്തെ സ്വാഗത ഭാഷകൻ സൂചിപ്പിച്ചതുപോലെ ജനിച്ചാൽ നമ്മുടെ എല്ലാം ജീവിതത്തിൽ നിശ്ചയമായുള്ള ഒന്നാണ് മരണം. എന്നാൽ നമുക്ക് അനിശ്ചിതത്വമുണ്ട്. ഇതെപ്പോൾ ഏത് രൂപത്തിൽ എങ്ങനെ നമ്മൾ തേടി വരുമെന്ന് നമുക്കറിയില്ല. നമ്മുടെ ഹിന്ദുവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അതിന് പ്രാരബ്ധം എന്ന് പറയും. ചിലർ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് താഴേക്ക് വന്ന് മരിച്ചുപോയി, കുട്ടികൾ. ചിലർ 20ാമത്തെ വയസ്സിൽ ബൈക്ക് ആക്സിഡന്റിൽ മരിച്ചുപോയി. ചില ആളുകൾ 110 വയസ്സ് കഴിഞ്ഞാലും മരിക്കില്ല. ആ കിടന്നെടുത്ത് മലമൂത്ര വിസർജ്യങ്ങൾ ചെയ്ത് അനേക വർഷം അങ്ങനെ കിടന്ന് മരിച്ചു പോകുന്നവർ. എന്നാൽ ജനിച്ച എല്ലാത്തിനും നാശമുണ്ട് എന്നത് നഗ്നമായ ഒരു യാഥാർത്ഥ്യമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അശ്വിനികുമാർ മരിച്ചിട്ടില്ല, ജീവിച്ചിരിക്കുന്നു. ആരിലൂടെ? നമ്മളിലൂടെ. 15 വർഷങ്ങൾക്ക് ശേഷവും അശ്വിനിജിയെ കുറിച്ച് നാം ചർച്ച ചെയ്യുന്നതും അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങളെ കുറിച്ച് വീണ്ടും വീണ്ടും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് മരണമില്ല എന്നതുകൊണ്ടാണ്. 2005 അശ്വിനിയേട്ടൻ മരിക്കുന്ന സമയത്ത് ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകളും കോൺഗ്രസും ചേർന്നിട്ടായിരുന്നു. എന്നാൽ 15 വർഷങ്ങൾക്കിപ്പുറം 2021 വന്നു നിൽക്കുമ്പോൾ ഏതൊരു മഹത്തായ ആശയത്തിനു വേണ്ടിയാണോ സ്വജീവൻ ബലിദാനം നൽകിയത് അശ്വിനികുമാർ, ആ മഹത്തായ RSS എന്ന പ്രസ്ഥാനത്തിന്റെ പ്രചാരകനായ നരേന്ദ്ര ദാമോദർ ദാസ് മോദി നമ്മുടെ പ്രധാനമന്ത്രിയാണ് ഈ 2021. രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും 16 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും RSSകാരായ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് എന്നത് പോപ്പുലർ ഫ്രണ്ടുകാരൻ ഓർമ്മിച്ചാൽ നിങ്ങൾക്ക് നന്ന്. കാരണം ഞങ്ങൾ അനാവശ്യമായ വെല്ലുവിളികളെ ഉയർത്തുന്നവരല്ല. കാരണം നിങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല, നിങ്ങൾക്ക് ഈ രാഷ്ട്രത്തോട് പ്രതിബദ്ധതയില്ല. എന്നാൽ ഈ രാഷ്ട്രം ഭരിക്കുന്ന ഈ രാഷ്ട്രത്തെ പരമമായ വൈഭവത്തിലെത്തിക്കുവാൻ വേണ്ടി ഹിമാലയം മുതൽ കന്യാകുമാരി വരെ, കച്ച് മുതൽ കാമരൂപം വരെയുള്ള ഈ ഭാരതത്തിന്റെ ഓരോ മണൽത്തരികൾക്കും സുപരിചിതമായ ഒരു സംഘടനയാണ് RSS. ആ RSSന് ഈ രാഷ്ട്രത്തോടും സമൂഹത്തോടും ഉത്തരവാദിത്വമുണ്ട്. ഇല്ല എന്ന് പറയുമ്പോൾ ധാരാളം കമ്മ്യൂണിസ്റ്റുകാരും ധാരാളം RSSകാരും പരസ്പരം മരിച്ചു വീണിട്ടുണ്ട്. ഞങ്ങൾ ആഗ്രഹിച്ചതല്ല. ഹിമാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ BJPക്കാരൻ ഒരു കോൺഗ്രസ്സുകാരനെയും കൊല്ലാറില്ല, കോൺഗ്രസ്സുകാരൻ BJPക്കാരനെയും കൊല്ലാറില്ല. ഇവിടെയെല്ലാം RSSനും BJPക്കും മൃഗീയ ഭൂരിപക്ഷമുണ്ട്. അവിടെയൊന്നും തന്നെ രാഷ്ട്രീയ പ്രതിയോഗികളെ ഇല്ലാതാക്കുന്ന ഒരു പ്രവർത്തനവും ഒരിടത്തും RSSോ BJPയോ നടത്താറില്ല. കണ്ണൂർ ജില്ലയിലെ RSSകാരന് ആയുധം കയ്യിലെടുക്കേണ്ടി വന്നത് രക്ഷയില്ലാത്തത് കൊണ്ടാണ്. എന്നും ചാകാൻ വിധിക്കപ്പെട്ടവനാണോ എന്ന ചോദ്യത്തിൽ നിന്നാണ് വാടിക്കൽ രാമകൃഷ്ണനിൽ തുടങ്ങിയതിനു ശേഷം ഞങ്ങൾക്ക് ആയുധം എടുക്കേണ്ടി വന്നത്. എന്നാൽ ഒരു ഭാഗ്യമെന്ന് പറയട്ടെ, 1-2 വർഷമായിട്ട് ഈ കണ്ണൂർ ജില്ല തികച്ചും സമാധാനപരമാണ്. ഞങ്ങൾ കോഴിക്കോട് ജില്ലക്കാരൊക്കെ വളരെ സന്തോഷിക്കുന്ന ഒരു കാര്യമാണത്. കാരണം സമാധാനം ഉണ്ടാവണം. ഇത് മാമാങ്കത്തിന്റെ കാലഘട്ടമല്ല, ഇത് തമ്മിലടിയുടെ കാലഘട്ടമല്ല. മറിച്ച് നിങ്ങളുടെ കയ്യിൽ നല്ല ആശയമുണ്ടോ, ഈ ആശയത്തിനനുസരിച്ച് ലോകം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് 25 വർഷക്കാലം കമ്മ്യൂണിസ്റ്റുകാരന് ഇടതടവില്ലാതെ ഭരിച്ച ത്രിപുര ഒരു സുപ്രഭാതത്തിൽ BJP പിടിച്ചുകൊണ്ടുപോയത്. 35 വർഷക്കാലം ഭരിച്ച പശ്ചിമ ബംഗാൾ 200 സീറ്റുമായിട്ട് BJP ഭരിക്കുമെന്ന് അമിത്ഷാ പറയുന്നുവെങ്കിൽ പറഞ്ഞത് ചെയ്യുന്നവരാണ് അമിത്ഷാ. അഥവാ ചെയ്യാൻ
പറ്റുന്നത് മാത്രം പറയുന്നവരാണ് അമിത്ഷാ. അതുകൊണ്ട് അത് ചെയ്തിരിക്കും. ആ അമിത്ഷാ കേരളത്തെയും നോട്ടമിട്ടിട്ടുണ്ട്. 2026 ആകുമ്പോഴേക്കും കേരളത്തെ ഭരിക്കുവാൻ ആവശ്യമായ ഭൂരിപക്ഷം BJP ഒരുക്കേണ്ടതുണ്ട് എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിന്റെ ശുഭലക്ഷണങ്ങളെല്ലാം BJPയുടെ ഈ ഒരു യാത്രയിലും വരുന്ന തിരഞ്ഞെടുപ്പിലും നമുക്ക് കാണുവാനും സാധ്യമാണ് എന്നറിയുക. ഈ പുന്നാട് ഈ വാർഡിനെ കുറിച്ച് നേരത്തെ എന്റെ കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകർ പറഞ്ഞു, ലീഗും SDPഐയും തമ്മിൽ 24 വോട്ടിന്റെ ഗ്യാപ്പേ ഉള്ളൂ. ലീഗാണ് വിജയിച്ചത്, SDPഐ 2ാം സ്ഥാനത്തുണ്ട് എന്ന്. മുസ്ലിങ്ങളെല്ലാം ഭീകരവാദികളാണോ? ഒരിക്കലുമല്ല. മുഴുവൻ മുസ്ലിങ്ങളെയും RSS ശത്രുവായി കാണുന്നുണ്ടോ? ഒരാളെയും RSS ശത്രുവായി കാണുന്നില്ല. അടൽ ബിഹാരി വാജ്പേയി എന്ന RSSന്റെ പ്രചാരകനോട് ഈ മണ്ണിന്റെ രാഷ്ട്രപതി ആരാകണമെന്ന് ചോദിച്ചപ്പോൾ കൊടുത്ത മറുപടി APJ അബ്ദുൽ കലാം എന്ന മുസ്ലിമിന്റെ പേരായിരുന്നു കൊടുത്തത്. APJ അബ്ദുൽ കലാമിനെ രാഷ്ട്രപതിയാക്കുവാൻ RSSന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ RSS ആരുടെ ശത്രുവാണ്? ഈ രാഷ്ട്രത്തിന്റെ ശത്രുക്കളെല്ലാം RSSന്റെ ശത്രുക്കളാണ്. ഈ രാഷ്ട്രത്തിന്റെ മിത്രങ്ങളെല്ലാം RSSന്റെ മിത്രങ്ങളാണ് എന്നറിയണം. ഈ പുന്നാട് ടൗണിൽ എന്റെ പ്രസംഗം ശ്രവിക്കുന്ന സർവ്വസാധാരണക്കാരായ ഇസ്ലാമിക സമൂഹത്തോട് ചിന്തിക്കുവാൻ വേണ്ടി ചില കാര്യങ്ങൾ പറയുവാൻ മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു. അതിലൊന്ന്, നിങ്ങളോടെല്ലാവരോടും BJPയിൽ മെമ്പർഷിപ്പ് എടുക്കുവാൻ പറയുന്നു സംസ്ഥാന പ്രസിഡന്റും അഖിലേന്ത്യാ പ്രസിഡന്റും. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി BJP ആണ്. 44 ലക്ഷം മുസ്ലിങ്ങളെ ഉൾക്കൊള്ളുന്ന പാർട്ടിയാണ് BJP. അത് ലീഗിനേക്കാൾ ഒരിരട്ടി സംഖ്യയാണ് അത്. അപ്പൊ സ്വാഭാവികമായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ ഈ RSS മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും കമ്മ്യൂണിസ്റ്റുകൾക്കും എതിരല്ലേ? നിങ്ങളുടെ വിചാരധാരയിൽ ഈ രാഷ്ട്രത്തിന്റെ ആഭ്യന്തര ഭീഷണികളായിട്ട് മുസ്ലിമിനെ, ക്രിസ്ത്യാനിയെയും കമ്മ്യൂണിസ്റ്റുകാരനെയും പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ വിചാരധാര വായിച്ചിട്ടുണ്ടോ? നിങ്ങൾ വിചാരധാര കണ്ടിട്ടുണ്ടോ? ഒരിക്കലും ഉണ്ടാവില്ല. RSS ഏത് മുസ്ലിമിനെയാണ് ഈ രാഷ്ട്രത്തിന്റെ ശത്രുവായി പറയുന്നത്? അതിവിടുത്തെ ഭീകരവാദികളെയാണ്. ഈ നാടിന്റെ ഉപ്പും ചോറും തിന്നിട്ട് ഈ നാടിനെതിരെ പ്രവർത്തിക്കുന്നവരെയാണ്. നിങ്ങളുടെ ഈ കണ്ണൂർ ജില്ലയിൽ നിന്നാണ് 4 ചെറുപ്പക്കാർ പാകിസ്ഥാനിലേക്ക് കടന്നത്. അവർ പാകിസ്ഥാനിൽ നിന്നും പരിശീലനം ലഭിച്ച് ഭീകരവാദികളായി തീർന്നു. അവർ ഇന്ത്യൻ സൈന്യത്തെ കൊല്ലുവാൻ വേണ്ടിയിട്ട് തിരിച്ചിന്ത്യയിലേക്ക് കടക്കുമ്പോൾ അവരെ വെടിവെച്ച് കൊന്നു ഇന്ത്യൻ സൈന്യം. അധിക വർഷമൊന്നും ആയിട്ടില്ലല്ലോ. അവർ ആഭ്യന്തര ഭീഷണികളാണോ? അല്ലയോ? കണ്ണൂരിൽ നിന്ന് പോയ ഈ ചെറുപ്പക്കാർ ഈ രാഷ്ട്രത്തിനെതിരെ യുദ്ധം ചെയ്യുവാൻ പാകിസ്ഥാനിൽ നിന്നും പരിശീലനം ലഭിച്ച് തിരിച്ചു വരുമ്പോൾ ഇന്ത്യൻ സൈന്യം വെടിവെച്ച് കൊന്നു എങ്കിൽ അവർ ആഭ്യന്തര ഭീഷണിയാണ്. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടിയുടെ അഖിലേന്ത്യാ ഉപാധ്യക്ഷനാണ് അബ്ദുള്ള കുട്ടി, നിങ്ങളുടെ കണ്ണൂരുകാരനാ. ആഭ്യന്തര ഭീഷണിയാണോ? ഒരു മുസ്ലിം സ്ത്രീയെ കേന്ദ്ര മന്ത്രിയാക്കിയത് BJP നജ്മ ഹെപ്തുള്ള എന്ന മുസ്ലിം സ്ത്രീയെ എന്നറിയണം. ഇവിടെ സർവ്വസാധാരണക്കാരായ മുസ്ലിങ്ങളും സമാധാനപ്രിയരായ മുസ്ലിങ്ങളും ഭീകരവാദികളായ മുസ്ലിങ്ങളുമാണ് നമ്മുടെ സമൂഹത്തിൽ കാണുന്നത്. ഈ ഭീകരവാദത്തിന്റെ കുഴപ്പം ഏറ്റവും അനുഭവിച്ചത് ഹിന്ദുക്കളാണോ? ക്രിസ്ത്യാനികളാണോ? ലോകമെമ്പാടും ഇസ്ലാമിക ഭീകരവാദം കൊണ്ട് ഏറ്റവും കഷ്ടപ്പെടുന്നത് മുസ്ലിങ്ങൾ തന്നെയാണ്. കഴിഞ്ഞ ദിവസം എല്ലാ പത്രത്തിലും ഉണ്ടായിരുന്നു, സൗദി അറേബ്യയിലെ മക്കയ്ക്കും മദീനയ്ക്കും എതിരെ ആക്രമണം. ആര്? RSS BJP ആണോ? നരേന്ദ്രമോദിയാണോ അവിടെ ഭരിക്കുന്നത്? അല്ല, ഹൂതികൾ എന്ന് പറയുന്ന ഇസ്ലാമിക ഗ്രൂപ്പ്. 52 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ പറയുന്നു ഞങ്ങൾക്ക് സമാധാനം വേണം. എന്റെ പ്രിയപ്പെട്ട മുസ്ലിങ്ങൾ, ഒരു കാര്യം മനസ്സിലാക്കുക. പള്ളിക്ക് പുറത്ത് പട്ടാളവും പോലീസും കാവൽ നിൽക്കാതെ ഇസ്ലാം നിർഭയം നിസ്കരിക്കുന്ന ഒരൊറ്റ നാടേയുള്ളൂ. അത് 80% ഹിന്ദുക്കൾ ജീവിക്കുന്ന ഈ ഭാരതമാണ് എന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ഇവിടെയാണ് നിർഭയം ജീവിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നത്.
ഇവിടെയാണ് ഭൂരിപക്ഷം ജനങ്ങൾക്ക് കിട്ടാത്ത അവകാശങ്ങളും ആനുകൂല്യങ്ങളും മതത്തിന്റെ പേരിൽ ന്യൂനപക്ഷം ജനങ്ങൾക്ക് ലഭിക്കുന്നത്. ഒരേ ക്ലാസ് മുറിയിൽ നമ്മളോട് മതം ചോദിച്ചിട്ടാണ് സ്കോളർഷിപ്പ് കൊടുക്കുന്നത്. പട്ടിണി കിടക്കുന്നവനെ മതം നോക്കി കൊടുക്കുന്നതാണ് നമ്മുടെ നാട്ടിലെ മതേതരത്വം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ടുകാരനും അതുപോലെയുള്ള ഇസ്ലാമിക ഭീകര സംഘടനകൾക്കും RSSകാരൻ ശത്രുവായി തീരുന്നത്? അതിനൊരു കാരണമുണ്ട്. പാകിസ്ഥാൻ തീവ്രവാദികളുടെ ലിസ്റ്റിൽ ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ശത്രുക്കളുണ്ട്. അതിലൊന്ന് ഇന്ത്യൻ സൈന്യമാണ്, രണ്ടാമത്തേത് RSS ആണ്. RSSും ഇന്ത്യൻ സൈന്യവും ഒരുപോലെ തീവ്രവാദികൾക്ക് ശത്രുവാണ്. എന്തുകൊണ്ടെന്നാൽ ഈ രാഷ്ട്രത്തിന്റെ സംസ്കാരത്തെയും പൈതൃകത്തെയും പാരമ്പര്യത്തെയും മുറുകെ പിടിച്ചുകൊണ്ട് ഈ രാഷ്ട്രത്തെ വെട്ടിമുറിക്കാതെ ഈ രാഷ്ട്രത്തെ സംരക്ഷിക്കുവാൻ ഇറങ്ങി പുറപ്പെട്ടവന്റെ പേരാണ് സ്വയം സേവകൻ. അവന്റെ സംഘടനയുടെ പേരാണ് RSS എന്നറിയണം. SDPIയുടെ പോപ്പുലർ ഫ്രണ്ടിന്റെ ആളുകൾ RSSന്റെ ശക്തിയെ കുറിച്ചൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ശ്രീരാമചന്ദ്രൻ രാവണനോട് പറയുന്നുണ്ട്, നീ എന്നോട് മുട്ടാൻ വരുമ്പോൾ എനിക്ക് ഇന്നേ പ്രത്യേകതകളുണ്ട്, ആയതുകൊണ്ട് ഒരു പ്രശ്നം ഒഴിവായിക്കൊള്ളട്ടെ എന്ന് കരുതിയിട്ടാണ് പറഞ്ഞത്. പക്ഷെ രാവണന് കാര്യം മനസ്സിലായില്ല. ലോകത്തിലെ 56 രാഷ്ട്രങ്ങളിൽ പ്രവർത്തനം വ്യാപിപ്പിച്ച ലോകത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക സംഘടനയുടെ പേരാണ് RSS. 1925 നാഗപ്പൂരിലാണ് വിജയദശമി നാളിൽ RSS ഉണ്ടാകുന്നത്. ഈ RSSന്റെ കുടുംബത്തിൽ ഓരോരോ കാലഘട്ടത്തിൽ വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് വേണ്ടി ഓരോരോ സംഘടനകൾ ഉണ്ടായിട്ടുണ്ട്. അതിനെയാണ് നിങ്ങൾ സംഘപരിവാരം എന്ന് വിളിക്കുന്നത്. ഞങ്ങൾ സംഘവും വിവിധ ക്ഷേത്രവും എന്ന് പറയും. എന്താണ് സംഘപരിവാരം? 1949 RSSന്റെ കുടുംബത്തിലെ കുട്ടിയുടെ പേരാണ്, പിറന്ന കുട്ടിയുടെ പേരാണ് ABVP. ഭാരതത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനം ABVP ആണ് എന്നറിയണം. 1950 ഉണ്ടായ രാഷ്ട്രീയ പാർട്ടിയാണ് ഭാരതീയ ജനസംഘം. അതാണ് 11,60,00,000 അംഗങ്ങളുള്ള ഭാരതത്തിലെ ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി. RSSന്റെ കുടുംബത്തിലെ BJP ആണ് എന്ന് അറിഞ്ഞിരിക്കണം. 1955 RSSന്റെ കുടുംബത്തിൽ മറ്റൊരു സന്തതി പിറന്നു. അവരുടെ പേരാണ് ഭാരതീയ മസ്ദൂർ സംഘം അഥവാ BMS. 1,90,00,000 അംഗങ്ങളുള്ള ഭാരതത്തിലെ ഏറ്റവും വലിയ തൊഴിലാളി പ്രസ്ഥാനം RSSന്റെ തൊഴിലാളി മുഖമായ BMS ആണ് എന്ന് മനസ്സിലാക്കുന്നത് നന്ന്. 1964 ഞങ്ങളുടെ കുടുംബത്തിൽ മറ്റൊരു സംഘടന പിറന്നു. അതാണ് VHP, വിശ്വ ഹിന്ദു പരിഷത്ത്. ലോകത്തിലെ 100-ൽ പരം രാജ്യങ്ങളിൽ ഹിന്ദുക്കൾക്കിടയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആ VHPയുടെ യുവജന വിഭാഗത്തിന്റെ പേരാണ് ബജ്റംഗ് ദൾ എന്നുകൂടി അറിഞ്ഞാൽ നന്ന്. 1989 ഞങ്ങളുടെ കുടുംബത്തിൽ മറ്റൊരു പ്രസ്ഥാനമുണ്ടായി. അതാണ് സേവാഭാരതി. 2,60,000-ൽ പരം രജിസ്റ്റേർഡ് സേവാ കേന്ദ്രങ്ങളിലൂടെ ഈ ഭാരതത്തിന്റെ ഓരോ മണൽത്തരികൾക്കും സുപരിചിതമായ സേവാഭാരതി കേരളത്തിൽ മാത്രം 74ഓളം ബാലബാലികാ സദനങ്ങൾ നടത്തുന്നു. 4,000-ഓളം അനാഥ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നു. എല്ലാ സർക്കാർ ആശുപത്രികളിലും സൗജന്യമായി ഭക്ഷണം വിതരണം ചെയ്യുന്ന സേവാഭാരതി ഞങ്ങളുടെ സേവന മുഖമാണ്. 40,000-ൽ പരം സ്കൂളുകളും 30 ലക്ഷത്തിൽ പരം വിദ്യാർത്ഥികളും 1.25 ലക്ഷം അധ്യാപകന്മാരെയും ഉൾക്കൊള്ളുന്ന വിദ്യാഭാരതി എന്നുള്ളത് ഞങ്ങളുടെ വിദ്യാഭ്യാസ മുഖമാണ്. എന്തിനേറെ
ഏഷ്യ വൻകരയിലെ ഏറ്റവും വലിയ കുഞ്ഞുങ്ങളുടെ സംഘടനയായ ബാലഗോകുലം വരെ ചെറുതും വലുതുമായ 100 ചില്ലാൻ പ്രസ്ഥാനങ്ങളുടെ സമന്വിത രൂപത്തിന്റെ പേരാണ് സംഘപരിവാരം. പ്രത്യക്ഷമായും പരോക്ഷമായും 18.5 കോടിയിൽ പരം ജനങ്ങൾ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക കൂട്ടായ്മയുടെ പേരാണ് സംഘപരിവാർ. നിങ്ങളുടെ കയ്യിലുള്ള കുറച്ച് മലപ്പുറം കത്തികൊണ്ട് RSSനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് മലവെള്ളപ്പാച്ചലിനെ മുറം കൊണ്ട് തടുക്കുന്നതിന് തുല്യമാണ് എന്നറിയണം. ഇത് വെല്ലുവിളിയല്ല, ഇത് യാഥാർത്ഥ്യമാണ്. ഞങ്ങൾ എന്ത് എന്ന് നിങ്ങളോട് പറഞ്ഞു തരേണ്ടത് ഞങ്ങളുടെ കടമയാണ്. ഇവിടെ സർവ്വസാധാരണക്കാരായ മുസ്ലിങ്ങൾ RSSനെ ഭയത്തോടുകൂടി നോക്കുന്നു. ഞാൻ ഓർക്കുകയാണ്, 2014 നരേന്ദ്രമോദിയെ BJP പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. അന്ന് പോപ്പുലർ ഫ്രണ്ടുകാരന്റെ പോസ്റ്റർ ഞങ്ങളുടെ എല്ലാം നാട്ടിലെ സകല ഇലക്ട്രിക് പോസ്റ്റിന്റെ മുകളിലുണ്ടായിരുന്നു. ഇത് നരേന്ദ്രനല്ല, നരാധമനാണ്. ഒരു പോസ്റ്റർ മൾട്ടി കളറാണ്. ഗുജറാത്തിൽ നിറഗർഭിണിയായ മുസ്ലിം സ്ത്രീയുടെ വയറ്റിൽ ശൂലം കുത്തിക്കയറ്റിയവനാണ് മോദി. ഇവർക്കൊപ്പം കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും ഉണ്ടായിരുന്നു, ഒരു പറ്റം സാഹിത്യകാരന്മാരുണ്ടായിരുന്നു. അങ്ങനെയാണ് ജ്ഞാനപീഠം അവാർഡ് ജേതാവ് UR അനന്തമൂർത്തി പറഞ്ഞത്, നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകുന്ന ദിവസം ഞാൻ പാകിസ്ഥാനിൽ പോകും. അദ്ദേഹത്തിന് മറ്റൊരു രാജ്യം ഇഷ്ടപ്പെട്ടില്ല. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായാൽ ഞാൻ പാകിസ്ഥാനിൽ പോകും. ഇതായിരുന്നു UR അനന്തമൂർത്തി പറഞ്ഞത്. 2014 ഈ രാജ്യത്തിന്റെ പൊതു തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നത് 2014 മെയ് 16 രാവിലെ 8 മണിയോടുകൂടി നമ്മൾ TV ഓൺ ചെയ്തു. 8 മണിക്ക് വോട്ടെണ്ണല്ലോ. 8:30 ആയപ്പോ BJP മേലെയാണ്. സമയം 10 മണിയായി, BJP വീണ്ടും മേലെയാണ്. സമയം 12 മണിയായപ്പോൾ ഏഷ്യാനെറ്റിലെ വിനു വളരെ സങ്കടത്തോടുകൂടി പറയുന്ന ഒരു വാക്ക് ഇപ്പോഴും ഞാൻ ഓർമ്മിക്കുക. അദ്ദേഹം പറയുക, 1984 രാജീവ് ഗാന്ധി 404 സീറ്റ് മേടിച്ചതിന് ശേഷം 30 വർഷങ്ങൾക്ക് ശേഷം ഇതാ ഒരു കക്ഷി രാജ്യം ഭരിക്കുവാൻ 272 സീറ്റുകൾ മാത്രം വേണ്ടിടത്ത് 282 സീറ്റുകളുമായിട്ട് ഭാരതത്തിന്റെ അധികാരം തനിച്ചു പിടിച്ചിരിക്കുന്നു. ആരാണ്? RSSന്റെ പ്രചാരകനായ നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്ന്. മോദിയുടെ സത്യപ്രതിജ്ഞയായിരുന്നു 2014 മെയ് 26. പാകിസ്ഥാൻ പ്രസിഡന്റ് വരെ വന്നു. സാർക്ക് രാജ്യങ്ങളിലെ മുഴുവൻ തലവന്മാരും പങ്കെടുത്തു. നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി പദത്തിൽ നിന്നും ഭാരതത്തിന്റെ പ്രധാനമന്ത്രി പദത്തിലേക്ക് അദ്ദേഹം വന്നപ്പോൾ ഇവിടുത്തെ ഇസ്ലാമിക തീവ്രവാദികളും ക്രൈസ്തവ മതപരിവർത്തന ലോബികളും കമ്മ്യൂണിസ്റ്റുകളും രാഷ്ട്രവിരുദ്ധരുമെല്ലാം ഒറ്റക്കെട്ടായി പ്രതിഷേധിച്ചു. മോഡി വന്നാൽ വെള്ളിയാഴ്ച ഉണ്ടാവില്ല എന്തായിരുന്നു പറഞ്ഞത്. മോഡി വന്നാൽ ബാങ്ക് കൊടുക്കാൻ പറ്റില്ല, മോദി വന്നാൽ പോത്തിറച്ചി കഴിക്കാൻ പറ്റില്ല, മോദി വന്നാൽ മുസ്ലിങ്ങൾ പാകിസ്ഥാനിൽ പോകേണ്ടി വരും. ഇതൊക്കെയായിരുന്നു വന്നത്. മോദി ഒന്നാമതും വന്നു, ഒന്നാമത് പോയിട്ട് രണ്ടാമതും വന്നു. പൊന്നാട് ഏതെങ്കിലും ഒരു മുസ്ലിമിന് പാകിസ്ഥാനിൽ പോകേണ്ടി വന്നു? കണ്ണൂർ ജില്ലയിൽ ഇപ്പൊ വെള്ളിയാഴ്ച ഇല്ലേ? നിങ്ങളിപ്പോ ബാങ്ക് കൊടുക്കുന്നുണ്ടോ? പോത്തിറച്ചിക്ക് എന്തെങ്കിലും ക്ഷാമമുണ്ടോ? ഒന്നുമില്ലല്ലോ. എവിടെയാണ് RSSനോടുള്ള വിരോധം? എന്ത് തെറ്റാണ് RSS ഇവിടുത്തെ മുസ്ലിങ്ങളോട് ചെയ്തത്? നിങ്ങൾക്ക് ഒരു തെളിവ് പോലും കാണിക്കാൻ സാധ്യമല്ല. പക്ഷേ നിങ്ങളോട് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരനും SDPക്കാരനും ലീഗുകാരനും കോൺഗ്രസുകാരനും പറഞ്ഞു തരുന്നു, ഇത് മുസ്ലിങ്ങളുടെ ശത്രുവാണ്, ഞങ്ങൾക്ക് ആരോടും ശത്രുതയില്ല. കാരണം 4 തരത്തിലുള്ള ഹിന്ദുക്കളാണ് ഇവിടെ ഉള്ളത്. 4 തരത്തിലുള്ള ഹിന്ദു. അതിലൊന്നാമത്തെ ഹിന്ദു ഞങ്ങളെ പോലെയുള്ള ഹിന്ദുക്കൾ. നക്ഷത്രങ്ങളിൽ വസിക്കുന്നവരെ നിങ്ങൾക്ക് പോലും ശാന്തി ഉണ്ടാകട്ടെ എന്ന പ്രപഞ്ചത്തിനും അതീതമായ കാഴ്ചപ്പാട് വെച്ചു പുലർത്തിയ ഒരു ദർശനം എനിക്കുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നരുളിയ
ധർമ്മത്തിന്റെ വക്താക്കളാണ് ഞങ്ങൾ എന്നരുളിയ ആ മഹത്തായ ദർശനം എന്റേതാണെന്ന് തിരിച്ചറിഞ്ഞ നമ്മളെ പോലെയുള്ള ഹിന്ദുക്കൾ അത് വളരെ കുറവാണ്. രണ്ടാമത്തെ ഹിന്ദു അച്ഛനും അമ്മയും ഹിന്ദുവായി. അവരമ്പലത്തിൽ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ക്ഷേത്രം എന്ന വാക്കിന്റെ അർത്ഥം എന്ത് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതെനിക്കറിയില്ല. നിങ്ങൾ കല്ലിനെയും മണ്ണിനെയും ആരാധിക്കുന്നവരാണല്ലോ എന്ന് ചോദിച്ചാൽ മറുപടി എന്റെ കയ്യിലില്ല. ഞങ്ങൾ ഏകദൈവ വിശ്വാസികളാണ്, നിങ്ങൾ ബഹുദൈവ വിശ്വാസികളാണെന്ന് പറയുമ്പോൾ ദൈവം എന്ത്, ഈശ്വരൻ എന്ത്, ബഹുദൈവം എന്ത്, ഏകമാകുന്ന ഈശ്വരൻ ഏത് എന്ന് പറഞ്ഞു കൊടുക്കുവാൻ എനിക്കറിയില്ല. എന്നാൽ ഞാൻ ശബരിമലക്ക് പോകാറുണ്ട്, ഞാൻ സകല ക്ഷേത്രങ്ങളിലും വർഷനി മടപ്പരക്കൽ ഞാൻ പോകാറുണ്ട്. പക്ഷേ എനിക്ക് എന്താണ് ഇതിന്റെ യുക്തിയും ശാസ്ത്രവും എന്നറിയില്ല. അതാണ് രണ്ടാമത്തെ ഹിന്ദു, അതാണ് കൂടുതലുള്ളത്. മൂന്നാമത്തെ ഹിന്ദു മതമെന്ന കോളത്തിൽ ഹിന്ദു എന്ന് പൂരിപ്പിക്കും, റിലീജിയൻ ഹിന്ദു. അപ്പുറൊരു ചോദ്യമുണ്ട്, കാസ്റ്റ് ജാതി, അവിടെയും പൂരിപ്പിക്കും. എന്നാൽ അമ്പലം എന്നത് ചുവരല്ലേ, വിഗ്രഹം എന്നത് കല്ലല്ലേ എന്ന് വിളിച്ചു കൊടുക്കുന്ന, നാഴികയ്ക്ക് 40 വട്ടം ഹിന്ദുവിനെ തെറി വിളിക്കുന്ന, ശബരിമലയെ തകർക്കുവാൻ ശ്രമിക്കുന്ന, കനകദുർഗയെയും ബിന്ദുവിനെയും രഹന ഫാത്തിമയെയും മലയിലേക്ക് കയറ്റുവാൻ പരിശ്രമിക്കുന്ന മൂന്നാമത്തെ ഹിന്ദു, മതമെന്ന കോളത്തിൽ ഹിന്ദു എന്ന് പൂരിപ്പിച്ചു പക്ഷേ ഹിന്ദു വിരുദ്ധമായി സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഹിന്ദു, അതാണ് മൂന്നാമത്തെ ഹിന്ദു. നാലാമത്തെ ഹിന്ദു ആരാണ്? ഞങ്ങൾ ഹിന്ദുക്കളെയല്ല, ഞങ്ങൾ മുസ്ലിങ്ങളാണ്, ഞങ്ങൾ ക്രിസ്ത്യാനികളാണ് എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, എന്റെ പ്രസംഗം ശ്രവിക്കുന്ന, മതഭ്രാന്ത് തലക്ക് പിടിച്ചിട്ടില്ലാത്ത, ബുദ്ധിയോടുകൂടി കാര്യങ്ങളെ വിചിന്തനം ചെയ്യുവാൻ കഴിവുള്ള സംസ്കാര സമ്പന്നരായ മുസ്ലിം സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ ചിന്തിക്കുക. 1000 വർഷം മുമ്പ് മാലിക് ദീനും കൂട്ടരും ഇസ്ലാം മതവുമായി ഭാരതത്തിലേക്ക് വരുമ്പോ കഷായത്തിനെടുക്കാൻ ഒരു മുസൽമാൻ ഈ മണ്ണിലുണ്ടായിരുന്നില്ല. ഇന്ന് RSSകാരനെ കൊല്ലാൻ നടക്കുന്ന SDPക്കാരന്റെ 10 തലമുറ പുറകിലേക്ക് പോവുക. ബാപ്പായുടെ 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 ബാപ്പയിൽ ചെന്നാൽ അത് രാമനും കൃഷ്ണനും യശോദയും നാരായണിയും ഒക്കെ ആയിരിക്കും എന്ന കാര്യം മറന്നു പോകരുത്. 1000 വർഷം മുമ്പ് ഇസ്ലാം ഇവിടെ ഇല്ല ഭാരതത്തിൽ. 1300 വർഷം മുമ്പ് ഒരു ക്രിസ്ത്യാനിയും ഈ ഭാരതത്തിലേക്കില്ല. പുറത്തു നിന്ന് വന്ന മതങ്ങൾ ഇസ്ലാം, ക്രിസ്ത്യാനി, ജൂത, പാഴ്സ്യം, ഇതൊന്നും ഇന്ത്യയിൽ ഉണ്ടായില്ല, ഒക്കെ പുറത്തുനിന്ന് വന്നവരാണ്. ഈ മതങ്ങൾക്കൊരു കുഴപ്പമുണ്ട്. അടിസ്ഥാനപരമായിട്ട് ഈ കൊലപാതകത്തിന്റെ കാരണം നമ്മൾ തേടണം. എന്താണ് മതങ്ങളുടെ കുഴപ്പം? പ്രിയമുള്ളവരെ, 400 വർഷക്കാലം നീണ്ടുനിന്ന 27 ചെറുതും വലുതുമായ കുരിശ് യുദ്ധം ഉണ്ടായിരുന്നു. ഇതിൽ 26 യുദ്ധവും മുസ്ലിമും ക്രിസ്ത്യാനിയും തമ്മിലായിരുന്നു. ഒരു യുദ്ധം ക്രിസ്ത്യാനിയിലെ 2 ഗ്രൂപ്പുകളും തമ്മിലായിരുന്നു. എന്താണ് ക്രിസ്ത്യാനിയും മുസ്ലിമും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം? എന്താണ് മുസ്ലിങ്ങൾക്ക് ജൂതന്മാരോട് ഇത്തിരി വെറുപ്പ്? ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ വെറുക്കുന്നത് ജൂതന്മാരെയാണ്, പിന്നെ വിഗ്രഹാരാധകരെയാണ്, ഈ തീവ്രവാദികൾ. എന്തുകൊണ്ടാണ് ഇങ്ങനെ വെറുപ്പുണ്ടാകുന്നത്? ജൂതന്മാര് പറഞ്ഞു അന്ത്യപ്രവാചകൻ മോസസ് ആണ്. ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഞങ്ങളുടെ കയ്യിലുള്ള 10 കൽപ്പന എന്ന ഗ്രന്ഥാണ്. ക്രിസ്ത്യാനികൾ പറഞ്ഞു ശരിയാണ്, മോസസ് പ്രവാചകനാ, പക്ഷെ അന്ത്യപ്രവാചകൻ യേശു ക്രിസ്തു മാത്രമാണ്. ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ബൈബിള് മാത്രം. മുസ്ലിങ്ങൾ പറഞ്ഞു ഞങ്ങൾ മോസസിനെ അംഗീകരിക്കുന്നു, മൂസ നബിയാണ്. ഞങ്ങൾ അബ്രഹാമിനെ അംഗീകരിക്കുന്നു, ഇബ്രാഹിം നബിയാണ്. ഞങ്ങൾ യേശു ക്രിസ്തുവിനെ അംഗീകരിക്കുന്നു, ഈശാ നബിയാണ്. ഖിയാമത്ത് നാളിൽ ഈശാ നബിയാണ് അവതരിക്കേണ്ടത്. പക്ഷേ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി മാത്രമാകുന്നു. ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഞങ്ങളുടെ കിതാബ് മാത്രമാകുന്നു. ഈ മുസ്ലിങ്ങളും ഷിയാക്കളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയോ? അന്ത്യപ്രവാചകൻ മുഹമ്മദ് മാത്രമാണ് എന്ന് സുന്നികൾ പറയുമ്പോ അങ്ങനെയല്ല, അലിയാണ് അന്ത്യപ്രവാചകൻ എന്ന് പറയുന്നവരാണ് ഷിയാക്കൾ. അതുകൊണ്ടാണ് പാകിസ്ഥാനിൽ ഒരു വർഷം ശരാശരി 20,000 ഷിയ മുസ്ലിങ്ങളെയാണ് RSSകാരൻ കൊല്ലുന്നില്ല കേട്ടോ. അവിടെ RSS ഇല്ല, BJPയോ മോദിയോ അല്ല പാകിസ്ഥാൻ ഭരിക്കുന്നത്. കൊല്ലുന്നത് നമ്മുടെ സ്വന്തം സുന്നിയാണ്. സുന്നി മുസ്ലിങ്ങളെ ഷിയാക്കളും ഷിയ മുസ്ലിങ്ങളെ സുന്നികളും കൊല്ലും. എന്താണ് കാരണം? അവസാനത്തെ പ്രവാചകനാര്?
ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഞങ്ങളുടെ ഗ്രന്ഥം മാത്രമാണ്. ഓൺലി ഓൺലി ഓൺലി. അപ്പൊ ഹിന്ദുക്കൾ എന്തിനാ ഈ മതങ്ങളെ മുഴുവൻ ഈ മണ്ണിലേക്ക് സ്വീകരിച്ചത്? നമ്മൾ ചോദിക്കും. നമ്മുടെ അശ്വിനികുമാറിനെ വെട്ടിക്കൊല്ലുവാൻ ഇവർക്കുണ്ടായത് ഇവരുടെ മതമാണ് എങ്കിൽ ആ മതത്തെ എന്തിന് ഭാരതം സ്വീകരിച്ചു? എന്തിന് ക്രിസ്തു മതത്തെ ഭാരതം സ്വീകരിച്ചു? കാരണം നമുക്കൊരു കാഴ്ചപ്പാടുണ്ട്. എന്റേത് മാത്രം ശരി എന്ന് പറഞ്ഞതല്ല, ഓൺലി അല്ല, ഓൾസോ. എന്റേതും ശരിയാണ്, നിന്റേതും ശരിയാണ്. ആകാശാൽ പതിതം തോയം യഥാഗച്ഛതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി. വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് പതിക്കുന്ന കോടാനുകോടി മഴത്തുള്ളികൾ എങ്ങനെ അരുവിയിലൂടെ നദിയിലൂടെ ഒഴുകി ഏകമാകുന്ന സാഗരത്തിൽ എത്തിച്ചേരുന്നുവോ അതുപോലെ ഏത് ഭക്തൻ ഏതേത് രൂപത്തിൽ എന്നെ ആരാധിച്ചാലും ഒടുവിൽ അവൻ ഏകമാകുന്ന ഈശ്വരനിൽ വന്നു ചേരുന്നു. അതുകൊണ്ട് 33 കോടി ദൈവങ്ങളെ ആരാധിച്ച ഹിന്ദു അവന്റെ മണ്ണിലേക്ക് ഒരു അല്ലാഹുവിനെയും യഹോവയെ കൂടി ക്ഷണിക്കുവാൻ യാതൊരു ബുദ്ധിമുട്ടും കാണിച്ചില്ല. ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തെ കെട്ടിപ്പിടിച്ച് അതിന്റെ അപ്പുറോ ഇപ്പുറോ ഒന്നുമില്ല എന്ന് പറഞ്ഞവരല്ല നമ്മള്. ഹിന്ദുക്കളുടെ അടിസ്ഥാന ഗ്രന്ഥം വേദം, ഗ്രന്ഥരൂപത്തിൽ 4 എണ്ണം, അതിന്റെ ഉപവേദം 6 വേദാംഗങ്ങൾ, 18 പുരാണങ്ങൾ, ഉപനിഷത്തുകൾ, ഇതിഹാസങ്ങൾ, ഭഗവത്ഗീതയടക്കം അനേകായിരം ഗ്രന്ഥങ്ങളാൽ സമ്പുഷ്ടമാക്കപ്പെട്ട ഹൈന്ദവ ദാർശനിക ഗ്രന്ഥശേഖരത്തിലേക്ക് ഒരു ഖുറാനും ബൈബിളും വെക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല. കാരണം എന്റേത് മാത്രം ശരിയെന്ന് പറഞ്ഞിട്ടില്ല. എന്റേത് മാത്രം ശരിയെന്ന് പറയുന്നത് മതങ്ങൾ, എന്റേതും നിന്റേതും ശരിയെന്ന് പറയുന്നത് നമ്മൾ ഹിന്ദുക്കൾ അഥവാ ഹിന്ദുധർമ്മം. നമ്മൾ എല്ലാ മതങ്ങളെയും സ്വീകരിച്ചു. മാലിക് ദീനും കൂട്ടരും ഇസ്ലാം മതവുമായി ഭാരതത്തിലേക്ക് വന്നപ്പോ നമ്മൾ സ്വീകരിച്ചു, അവർക്ക് പള്ളി ഉണ്ടായി കൊടുത്തു. 300 വർഷം പഴക്കമുള്ള സകല മുസ്ലിം പള്ളികളും ക്രൈസ്തവ ചർച്ചുകളും ഹിന്ദുക്കൾ ദാനം നൽകിയ ഭൂമിയിൽ ഉണ്ടാക്കപ്പെട്ടതല്ല എന്ന് പറയാൻ ഈ നാട്ടിലെ ചിന്താശേഷിയുള്ള ഒരു മുസ്ലിമിനോ ക്രിസ്ത്യാനിക്കോ സാധ്യമല്ല. നിങ്ങളറിയോ, സാമൂതിരിയുടെ കാലത്ത് വെള്ളിയാഴ്ച ജനിക്കുന്ന ഹിന്ദു കുട്ടിയെ മുസ്ലിമാക്കാൻ ഓർഡർ ഇട്ടു. വെള്ളിയാഴ്ച ഹിന്ദു സ്ത്രീ പ്രസവിച്ചാൽ ആ കുട്ടി മുസ്ലിമാക്കി വളർത്തണം. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. അങ്ങനെ ഈ മതങ്ങൾ നമുക്കൊപ്പം നമ്മളുടെ കൂടെ വളർന്നു. പക്ഷേ വളർന്ന് വികസിച്ചപ്പോൾ അവർ ഭൂരിപക്ഷം വന്ന സ്ഥലങ്ങളിൽ അവർ ആ മതത്തിന്റെ തനിസ്വരൂപം കാണിക്കാൻ തുടങ്ങി. അതായത് എന്റേത് മാത്രമാണ് ശരി, നിന്റേത് തെറ്റാണ്. നമുക്ക് ഖുർആൻ അറിയില്ല, കാരണം അറബിയിലാണ് ഖുർആൻ ഉണ്ടായത്. അറബിയിൽ ഉണ്ടാക്കപ്പെട്ട ഒരു ഗ്രന്ഥത്തിൽ എന്ത് പറഞ്ഞു എന്ന് ആധികാരികമായി പറയുവാൻ ഞാൻ ആളല്ല. കാരണം ഓരോ ഭാഷയ്ക്കും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നേതാവ് പറഞ്ഞു, നമ്മുടെ ബീഫ് ഫെസ്റ്റ് നടക്കുന്ന സമയത്താണ്, യാജ്ഞവൽക്യ സ്മൃതിയുടെ 5-ാമത്തെ അധ്യായത്തിലെ 9-ാമത്തെ ശ്ലോകം പറയുന്നു, സന്യാസിമാരുടെ ഇഷ്ടഭക്ഷണം മാംസമാണ് എന്ന്. സത്യത്തിൽ യാജ്ഞവൽക്യ സ്മൃതിയൊന്നും ഹിന്ദുക്കൾ കണ്ടിട്ടില്ല. പെട്ടെന്ന് നമുക്കിതിന് മറുപടി പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ യാജ്ഞവൽക്യ സ്മൃതി തേടിപ്പിടിച്ച് നോക്കുമ്പോ ഇതിന് 3 അധ്യായമേ ഉള്ളൂ. അതിലാണ് മൂപ്പർ 5-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ ശ്ലോകം കണ്ടത്. ഇപ്പൊ സന്യാസിമാരുടെ ഇഷ്ടഭക്ഷണം മാംസമാണ്, ഒരു സംശയമില്ല. പക്ഷെ ഈ മാംസം എന്ന സംസ്കൃത വാക്കിന്റെ അർത്ഥം എന്താ? പഴങ്ങളുടെ മൃദുലമായ ഭാഗം എന്നാണ്. ഒരു മാങ്ങയുടെ മാംസളമായ ഭാഗം എന്ന് പറഞ്ഞാൽ ആ മാങ്ങയിലടങ്ങിയ പോത്തിറച്ചി എന്നാണോ? അല്ല. ഋഷഭം എന്ന വാക്കിന് കാള എന്ന അർത്ഥമുണ്ട്. പക്ഷേ ഋഷഭത്തിന്റെ 1-ാമത്തെ അർത്ഥം സോമരസം എന്നാണ്, ഔഷധക്കൂട്ടാണ്. കർക്കിടക മാസത്തിൽ മരുമകൾ എവിടെ പോയി എന്ന് ചോദിച്ചാൽ അമ്മായിയമ്മ പറയും മരുന്ന് കഴിക്കാൻ പോയി. ഔഷധക്കൂട്ടാണത്. യാഗത്തിൽ അജത്തെ അർപ്പിക്കണമെന്ന് പറഞ്ഞു. അജം എന്ന വാക്കിന് ആടെന്ന അർത്ഥമുണ്ട്. പക്ഷെ ഇവിടെ അർപ്പിക്കാൻ പറഞ്ഞത് അജം ജനിക്കാത്തതാണ്. 8 വർഷം പഴക്കമുള്ള മുളയ്ക്കാത്ത ധാന്യങ്ങൾ മാത്രമേ അഗ്നിക്ക് കൊടുക്കാവൂ എന്ന് പറഞ്ഞവരാ. അതുകൊണ്ട് തന്നെ സംസ്കൃതം അറിയാത്തവന്മാര് സംസ്കൃതത്തിലുള്ള ഹിന്ദുവിന്റെ ഗ്രന്ഥങ്ങളെ പരിശോധിച്ചാൽ ഇങ്ങനെ വിഡ്ഢിത്തങ്ങൾ ധാരാളമുണ്ട്. ഇതുപോലെ അറബി അറിയാത്ത നമ്മള് അറബിയിൽ ഉണ്ടാക്കപ്പെട്ട ഒരു ഗ്രന്ഥത്തെ വിലയിരുത്തിയാൽ നമുക്കതിന് മറുപടി പറയാൻ പറ്റുമോ? പറ്റില്ല. പക്ഷേ ഇസ്ലാമിൽ പ്രബലമായ ഒരു വിഭാഗമാണ് മുജാഹിദുകൾ. മുജാഹിദുകൾ കുറെ ഗ്രൂപ്പുണ്ട്.
അതിൽ വിശുദ്ധം എന്ന് പറയുന്ന മുജാഹിദ് ബാലുശ്ശേരിയുടെ ഗ്രൂപ്പ് ഞങ്ങളുടെ നാട്ടിൽ ഒരു പ്രഭാഷണ പരിപാടി നടത്തും. ഈ പ്രഭാഷണ പരിപാടി മുസ്ലിങ്ങളെ ഉദ്ദേശിച്ചിട്ടുള്ള ഹിന്ദുക്കളെ മുസ്ലിമിനെ പരിചയപ്പെടുത്തുക നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. നമ്മളെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഇസ്ലാം ഇതാണ് എന്നൊരു ഇസ്ലാമിക പണ്ഡിതൻ പറഞ്ഞാൽ നമ്മൾ കേട്ടുകൊടുക്കും, ഒരു കുഴപ്പമില്ല. അങ്ങനെ അദ്ദേഹം രാവിലെ 4 മണിക്ക് 5 മണിയോടുകൂടി ആ നാട്ടിൽ ഒരു പുസ്തകവും ഒരു CD-യും വിതരണം ചെയ്തു. ആ പുസ്തകം എന്റെ വീട്ടിലും കിട്ടി. പുലർച്ചെ 6 മണിയോടുകൂടി, രാവിലെ 6 മണിയോടുകൂടി ആ പുസ്തകം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ഞങ്ങൾക്ക് ഖുർആൻ അറിയില്ല, ഞങ്ങൾ അറബി പഠിച്ചിട്ടില്ല. പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ മുജാഹിദ് ബാലുശ്ശേരി കൊണ്ടുതന്ന ഈ ബുക്കിൽ ആർക്കെല്ലാം നരകം കിട്ടുമെന്ന് പറയുന്നുണ്ട്. അതിന്റെ 36-ാമത്തെ പേജിൽ നമുക്കൊന്ന് പരിശോധിക്കാം. ഇതാണ് ആ ബുക്ക്. കാരണം നമ്മൾ യാഥാർത്ഥ്യങ്ങളെ അറിയണം. കുറെ വെല്ലുവിളികളും ആവേശ പ്രസംഗത്തിൽ ഉപരിയായിട്ട് എന്താണ് ഈ നാട്ടിലെ ഭീകരവാദത്തിന്റെ പ്രശ്നം, എന്തുകൊണ്ടാണ് കടുത്തറത്ത് ഒരു വിഗ്രഹാരാധകനെ കൊല്ലുമ്പോൾ 64 ഹൂറിമാർ കാത്തുകിടക്കുന്ന സ്വർഗം എനിക്ക് കിട്ടുമെന്ന് ഇവിടുത്തെ ഒരു SDPക്കാരൻ വിശ്വസിക്കുന്നത്? അതല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. രക്തത്തിന്റെ ദൂഷ്യം കൊണ്ട് തൊലിയുടെ പുറത്ത് ചൊറിയുണ്ടായാൽ ചികിത്സിക്കേണ്ടത് ചൊറിയല്ല, രക്തത്തെയാണ്. ഇവിടെ മതത്തിന്റെ ഭീകരവാദം എവിടെ നിന്ന് തുടങ്ങുന്നു എന്ന് പരിശോധിക്കേണ്ടത് മതങ്ങളുടെ തത്വചിന്തയിൽ നിന്നാണ്. ഇതിന്റെ 36-ാമത്തെ പേജിലാണ് പറയുന്നത് ആർക്കെല്ലാം നരകം കിട്ടുമെന്ന് പറയുന്നു. അതിൽ 1-ാമത്തേത് പറയുന്നത് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവർക്ക്, അതായത് അള്ളാഹു എന്നല്ലാതെ നിങ്ങൾക്ക് ദൈവത്തിന് മറ്റൊരു പേരും വിളിക്കരുത്. മടപ്പരക്കൽ മുത്തപ്പ എന്ന് വിളിക്കാവോ? പറ്റില്ല. ബ്രഹ്മാവെ എന്ന് വിളിക്കാവോ? പറ്റില്ല. തീർന്നില്ല. കുറെ ആളുകൾക്ക് നരകം കിട്ടും. എല്ലാം വിസ്തരിക്കാൻ സമയമില്ല. അതിൽ പറയുന്നു രൂപമുണ്ടാക്കുന്നവർക്ക് നരകം, വിഗ്രഹാരാധകന് നരകം. നോക്കൂ, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമെല്ലാം ഏകോദര സഹോദരങ്ങളായി ജീവിക്കുന്ന ഒരു നാട്ടിൽ 80% ഹിന്ദുക്കൾ ജീവിക്കുകയും നമ്മളെല്ലാം ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഗുരുവായൂരപ്പനും ശബരിമല അയ്യപ്പനും വൈക്കവും കാടാമ്പുഴയിലുള്ള വിഗ്രഹത്തെ ആരാധിക്കുകയും ചെയ്യുമ്പോ നമ്മുടെ വീട്ടിൽ, ഒരു വിഗ്രഹാരാധകന്റെ വീട്ടിൽ മുജാഹിദുകൾ രാവിലെ കൊണ്ടുകൊടുത്ത ഒരു ബുക്കിൽ പറയുകയാണ് നിനക്ക് നരകേ കിട്ടുള്ളൂ. വിഗ്രഹാരാധകന്, ദൈവത്തിന് രൂപമുണ്ടാക്കുന്നവർക്ക് നരകം. അപ്പൊ മഹാത്മാഗാന്ധിക്ക് സ്വർഗം കിട്ടുമോ? ഇല്ല. എത്ര നല്ലവനായ ഹിന്ദുവിനും ഈ പുസ്തകത്തിൽ പറഞ്ഞത് പ്രകാരം ഇത് ഖുറാനിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ഖുറാൻ പഠിച്ചിട്ടില്ല, അത് അറബിയാണ്. പക്ഷേ വിശുദ്ധം എന്ന ഗ്രൂപ്പ് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടെത്തുന്ന ഈ ബുക്ക് പ്രകാരം മഹാത്മാഗാന്ധിക്ക് സ്വർഗമില്ല. കാരണം മഹാത്മാഗാന്ധി ശ്രീരാമചന്ദ്രന്റെ ഏറ്റവും വലിയ ആരാധകനാണ്. മഹാത്മാഗാന്ധി വിഗ്രഹാരാധകനാണ്. തീർന്നില്ല. ഈ വിശ്വാസപ്രകാരം സാക്ഷാൽ കോടിയേരി ബാലകൃഷ്ണന് സ്വർഗം കിട്ടുമോ? കിട്ടില്ല. സ്വർണം ധരിക്കുന്ന പുരുഷന് നരകം. സ്വർണം ധരിക്കുന്ന പുരുഷന് നരകം. നോക്കൂ, ബഹുസ്വര സമൂഹം ജീവിക്കുന്ന നാട്ടിൽ വിഗ്രഹാരാധകനും സ്വർണം ധരിക്കുന്നവനും നരകമെന്ന് പറയുന്ന തത്വചിന്ത തിരുത്തപ്പെടേണ്ടതാണോ അല്ലയോ? മാറ്റത്തിന് വിധേയമാക്കേണ്ടതാണോ അല്ലയോ? 1000 വർഷം മുമ്പ് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അത്തരം ഫത്വകൾ ഉണ്ടായി എങ്കിൽ അത് ഈ 2021 പ്രായോഗികമാണോ അല്ലയോ? ആലോചിച്ച് നോക്കൂ നിങ്ങൾ. എവിടെയാണ് മതങ്ങൾ സംഘർഷഭരിതങ്ങളായി തീരുന്നത്? എന്റേത് മാത്രം ശരി എന്ന് പറയുന്നു. ഭാരതം എന്ത് പറഞ്ഞു? ശ്രേയാത് സ്വധർമ്മോ വിഗുണ പരധർമാത് സ്വനിഷ്ഠിതാൻ സ്വധർമ്മേ നിധനം ശ്രേയം പരധർമ്മോ ഭയാവഹ. നിനക്ക് ശ്രേയസ്സുണ്ടാക്കുന്നത് നിന്റെ ധർമ്മമാണ്. നിന്റെ ധർമ്മത്തിൽ എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അതിനെ പരിഹരിച്ച് നീ മുന്നോട്ട് പോകണം. അവരുടെ ധർമ്മത്തെ സ്വീകരിക്കരുത്. അതുകൊണ്ട് ഹിന്ദു ഒരിക്കലും മതം മാറാൻ പാടില്ല. മതത്തിന്റെ ഉള്ളിൽ പ്രശ്നമുണ്ടെങ്കിൽ അത് അവിടെ പരിഹരിക്കണം. അതെന്തെന്നറിയണം.
ഇവിടെയാണ് രാവിലെ എഴുന്നേറ്റ് വാതിൽ തുറക്കുമ്പോൾ രണ്ട് ചെറുപ്പക്കാർ നമുക്ക് നൽകിയ ബുക്കിൽ നിനക്കും നിന്റെ അമ്മയ്ക്കും നിന്റെ കുടുംബത്തിനും നരകം കിട്ടുമെന്ന് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇത് ഈ മണ്ണിന്റെ മതേതൃത്വത്തിന് ചേർന്നതാണോ? ഇത് ഈ മണ്ണിന്റെ സൗഹൃദത്തിന് ചേർന്നതാണോ? അവിടെയാണ് നാം ചികിത്സ നൽകേണ്ടത്. അവിടെയാണ് ആശയ സംവാദങ്ങൾ നടക്കേണ്ടത്. അവിടെയാണ് തിരുത്തലുകൾ ഉണ്ടാകേണ്ടത്. നോക്കൂ, ഹിന്ദുവിന്റെ വിശ്വാസപ്രകാരം ആർക്കാണ് നരകം, ആർക്കാണ് സ്വർഗം? താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിക്കും. നിന്റെ കർമ്മത്തിനനുസരിച്ചാണ് സ്വർഗവും നരകവും തീരുമാനിക്കപ്പെടുന്നത് എന്ന് നീ അറിയണം. ആയതുകൊണ്ട് ഈ നാട്ടിലെ സർവ്വസാധാരണക്കാരായ മുസ്ലിം പണ്ഡിതന്മാർ ചിന്തിക്കുക, 80% ഹിന്ദുക്കൾ ഇന്നും ജീവിക്കുന്ന നാട്ടിൽ ഹിന്ദുവിന് നരകം കിട്ടുമെന്ന് പ്രചരിപ്പിക്കുന്നത് ശരിയാണോ തെറ്റാണോ? ആ വിശ്വാസം നിങ്ങളിലുണ്ട് എങ്കിൽ ആ വിശ്വാസം നിങ്ങൾക്കുള്ളിൽ ഒതുങ്ങണം. അത് പുറത്തു കൊണ്ടുപോയി കൊട്ടിഘോഷിച്ച് ഹിന്ദുവിന്റെ വീടുകളിൽ പുസ്തക രൂപത്തിൽ വിതരണം ചെയ്യേണ്ടതാണോ? ചിന്തിക്കപ്പെടേണ്ടതാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഹിന്ദുക്കൾ എല്ലാത്തിനെയും സ്വീകരിച്ചു, ഹിന്ദുക്കൾ എല്ലാവരെയും ഈ മണ്ണിന്റെ മക്കളായി കണ്ടു. പക്ഷേ എങ്ങനെയാണ് പാകിസ്ഥാൻ ഉണ്ടായത്? 1936 മുഹമ്മദ് അലി ജിന്ന വിതരണം ചെയ്ത ലാൽ ഇസ്ഹാഖ് എന്ന് പറയുന്ന ലഘുലേഖയിൽ പറഞ്ഞു, ഭൂരിപക്ഷം ഹിന്ദുക്കൾ ജീവിക്കുന്ന ഭാരതം എന്ന രാജ്യത്തിൽ അള്ളാഹുവിന്റെ ഖുറാനിൽ പറയും പോലെ ഞങ്ങൾക്ക് ജീവിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഭാരതത്തെ വെട്ടിമുറിച്ച് ഇസ്ലാമിനൊരു ഇസ്ലാമിക രാഷ്ട്രം വേണം. നമ്മുടെ നേതാക്കന്മാര് പഠിച്ച പണി 18 നോക്കി നടന്നില്ല. 1947 ആഗസ്റ്റ് 14 അർദ്ധരാത്രി ഭാരതമാതാവിന്റെ 1/3 ഭാഗം മതത്തിന്റെ പേരിൽ വെട്ടിമുറിച്ചുകൊണ്ട് ഇസ്ലാമിക പാകിസ്ഥാനും മതേതര ഇന്ത്യയും രൂപപ്പെട്ടു എന്നത് പച്ചയായ ഒരു യാഥാർത്ഥ്യമാണ്. നമുക്കറിയാം എന്തായിരുന്നു കാരണം. എന്തായിരുന്നു ഹിന്ദുവിന്റെ കൂടെ ജീവിക്കുവാൻ ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് വിഷമമുണ്ടായത്? അവിടെയാണ് ഞങ്ങളുടെ മതപ്രകാരം ജീവിക്കുന്ന രാജ്യത്തിന് വേണ്ടി ഞങ്ങൾ എന്തും ചെയ്യും. അതുകൊണ്ടാണ് മലബാർ സംസ്ഥാനമാക്കണമെന്ന് പറയുന്നത്. പുതിയൊരു വാദമല്ലേ, പോപ്പുലർ ഫ്രണ്ടുകാരന്റെ ഒരു ആഗ്രഹമല്ലേ, മലബാറിനെ പ്രത്യേക സംസ്ഥാനമാക്കുക. ആന്ധ്രയെ വെട്ടിമുറിച്ച് തെലങ്കാന ഉണ്ടാക്കിയതുപോലെ മലബാർ സംസ്ഥാനം. പക്ഷേ മുകളിൽ മോദിയുണ്ട്, തൊട്ട് താഴെ അമിത്ഷായുമുണ്ട് എന്ന കാര്യം നിങ്ങൾ മറക്കാതിരിക്കുന്നത് നല്ലത്. സുഹൃത്തുക്കളെ, RSS 96 വർഷക്കാലമായിട്ട് ഈ രാഷ്ട്രത്തിന്റെ മുഖ്യധാരയിൽ നിരന്തരം പ്രവർത്തിക്കുന്നു. RSS എവിടെ നിൽക്കുന്നു എന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അവിടെ RSSനെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ ഭരണം പിടിക്കുന്നത്. ഇപ്പൊ ഭരണം പിടിക്കുന്നത് അങ്ങനെയാണ്. ഇപ്പൊ 2019 കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 1 സീറ്റേ കിട്ടിയുള്ളൂ കേരളത്തിൽ, ഒറ്റ സീറ്റ്. UDFന് കോൺഗ്രസിന് 19 സീറ്റാണ്. സോണിയാഗാന്ധി പോലും അത്ഭുതപ്പെട്ടു പോയി, ഇതെങ്ങനെ കിട്ടി? അത് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ശബരിമല. കമ്മ്യൂണിസ്റ്റുകാരനെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കണം എന്ന ചിന്ത വിശ്വാസിയായ ഹിന്ദുവിന്റെ മനസ്സിൽ വന്നിട്ടുണ്ട്. അവനെതിരെ വോട്ട് കുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് P. ജയരാജനെതിരെ മത്സരിക്കുവാൻ തയ്യാറല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളുടെ വടകരയിൽ വലിയ പ്രശ്നമായിരുന്നു. അവിടെ കോൺഗ്രസ് ഒരു കുറ്റിച്ചൂലിനെ നിർത്തിയാലും ജയിക്കുമായിരുന്നു ആ കുറ്റിച്ചൂല്. പക്ഷെ മുരളിയെ തന്നെ കൊണ്ടുവന്ന് നിർത്തി 84,000 വോട്ടിനാണ് ജയിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം ഷംസീർ ജയിച്ചത്, തോറ്റുപോയത് ജസ്റ്റ് 3,000 വോട്ടിനാണ്. അപ്പൊ 3,000 വോട്ട് തോറ്റ സ്ഥലത്ത് 84,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മുരളി ജയിച്ചു എന്ന് പറയുമ്പോ അതിനൊരു കാരണമുണ്ട്. 2014 അധികാരത്തിൽ വന്ന മോദി കുറെ പണികൾ ഇവിടുത്തെ ഭീകരവാദികൾക്കും രാഷ്ട്രവിരുദ്ധർക്കും കൊടുത്തു. അതിലൊന്നാണ് നോട്ട് നിരോധനം. ഒരു 1.5 പണിയായി പോയി. നമ്മുടെ VV അൻവർ MLA ഇപ്പൊ എവിടെയുള്ളത്? എവിടെയോ പോയിട്ട് എന്തോ പണിയെടുക്കുകയാണ്. അദ്ദേഹം കേരളത്തിലില്ല. നമുക്കറിയില്ല സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല. പക്ഷെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ചില ഫോട്ടോ വെച്ച് നോക്കിയപ്പോൾ ആളത് തന്നെയാണ്. അദ്ദേഹം പറയുന്നു, എനിക്ക് ധാരാളം സ്വത്തുണ്ട്, പക്ഷെ കള്ളക്കച്ചവടം ഇപ്പം നടക്കുന്നില്ല എന്ന്. അപ്പൊ നിങ്ങൾ ചോദിക്കും, മോദി പ്രശ്നം മുഴുവനങ്ങ് പരിഹരിച്ചോ എന്ന്? പരിഹരിക്കും. ഒരു 2025 വരെ സമയം പോയി.
കാരണം 135 കോടി ജനങ്ങൾ അധിവസിക്കുന്ന നാടാ. ഇപ്പൊ അടുത്ത് തന്നെ 2000-ന്റെ നോട്ട് ഇങ്ങോട്ട് എടുക്കും. ഡിജിറ്റൽ ഇന്ത്യയിലേക്ക് രാജ്യം മാറും. അപ്പൊ ആരുടെയും കയ്യിൽ പൈസയുടെ ആവശ്യമില്ല, മൊബൈൽ ഫോൺ മതി. ഇപ്പൊ ഭാരതത്തിലെ ഒട്ടുമുക്ക പൗരന്റെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട്. നമ്മുടെ കയ്യിൽ എത്ര ഫോണാണുള്ളത്? ആ മൊബൈൽ ഫോൺ എല്ലാ ബാങ്ക് ട്രാൻസാക്ഷനും സാമ്പത്തിക ഇടപാടും അതിലൂടെ നടത്താം. എല്ലാ ബില്ലുകളും അങ്ങനെ ചെയ്യാം. അപ്പൊ 2016 മോദി നോട്ട് നിരോധനം നടത്തി എന്റെ രാഷ്ട്രത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശുദ്ധീകരിച്ചു. അതോടുകൂടി ഭൂമാഫിയ നിന്നുപോയി. രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയ ജമ്മു കാശ്മീരിലെ 370 വകുപ്പ് 2ാം മോദി സർക്കാർ എടുത്തു കളഞ്ഞു. ഇന്ന് കാശ്മീർ ഒരു സാധാരണ സംസ്ഥാനം. സൈനികനെ കല്ലെറിയുവാൻ ഒരൊറ്റൊരുത്തിനും ധൈര്യമില്ല. അവിടെ ഒരു സന്തോഷ വാർത്തയുണ്ട്. കഴിഞ്ഞ 1 വർഷം കൊണ്ട് BJP-യിലേക്ക് വന്നു ചേർന്നത് ഏകദേശം 3 ലക്ഷത്തിൽ പരം മുസ്ലിങ്ങളാണ്. ആ 3 ലക്ഷത്തിൽ പരം മുസ്ലിങ്ങളിൽ നിന്ന് പാർട്ടിക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരും സെക്രട്ടറിമാരൊക്കെ ഉണ്ടാകാൻ തുടങ്ങി. കഴിഞ്ഞ 4 മാസത്തിനിടയിൽ ജമ്മു കാശ്മീരിൽ ഭീകരവാദികൾ കൊല ചെയ്ത BJP-യുടെ പഞ്ചായത്ത് കാര്യകർത്താക്കൾ 3 എണ്ണമാണ്, 3 മുസ്ലിങ്ങളാണ്. അതായത് ജമ്മു കാശ്മീർ സാധാരണ സംസ്ഥാനമായെന്ന് മാത്രമല്ല, അവിടുത്തെ മുസ്ലിങ്ങൾ BJP-യിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോഴാണ് ഭീകരവാദികൾക്ക് ഏറ്റവും സപ്പോർട്ട് കിട്ടുന്ന ഒരു സംസ്ഥാനമായിട്ട് നമ്മുടെ കേരളം മാറുന്നത്. അത് RSS-കാരന്റെ മാത്രം വിഷയമൊന്നുമല്ല, അത് മൊത്തം കേരളീയ 3.5 കോടി ജനങ്ങളുടെ വിഷയമാണ്. കാരണം ലോകത്തിൽ എവിടെ സ്ഫോടനം നടന്നാലും അതിലൊരു മലയാളി ഉണ്ടാവും, ഒരു കണ്ണൂരുകാരുണ്ടാവും, ഒരു മലപ്പുറത്തുകാരൻ, ഒരു കോഴിക്കോട്ടുകാരനുണ്ടാവും. എന്തുകൊണ്ട്? 2016 മോദി ഒരു പണി കൊടുത്തു. ആ മോദി പണികൾ ഓരോന്നും കൊടുത്തു എന്ന് ഇസ്ലാം വിശ്വസിക്കുന്നു. പക്ഷെ മോദി ഒരു പണി ആർക്കും കൊടുത്തിട്ടില്ല. ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയുടെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് ആ രാഷ്ട്രത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഈ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിലേക്ക് പാകിസ്ഥാനിൽ നിന്നും നോട്ടുകൾ അടിച്ചിറക്കി കണ്ടെയ്നറുകളിൽ വിതരണം ചെയ്യുന്നു. ഒരു 2010 കാലഘട്ടത്തിൽ നിങ്ങളുടെ പുന്നാട് ടൗണിലെ ഏതെങ്കിലും ഒരു 10 സെന്റ് വിൽക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയോ ബെൻസ് കാറിൽ ആള് വരും. ഉടമസ്ഥൻ 10 ലക്ഷം പറഞ്ഞാൽ കണിഞ്ഞ്, കാരണം ഇവർ 20 ലക്ഷത്തിന് ഇത് മേടിച്ചുകൊണ്ടു. കാരണം കൊടുക്കുന്നത് ഇന്ത്യൻ നോട്ടാണോ പാകിസ്ഥാൻ നോട്ടാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ കള്ളനോട്ടുകൾ കണ്ടെയ്നറുകളിൽ വന്നിരുന്നു. അത് പൂട്ടിക്കെട്ടി മോദി 2016 ഒരു നവംബർ മാസം 8-ാം തീയതി രാത്രി നമ്മൾ TV കണ്ടുകൊണ്ടിരിക്കെ പെട്ടെന്ന് മോദി നിസ്സാരമായിട്ട് പറഞ്ഞു, നാളെ രാവിലെ മുതൽ 500,000-ന്റെ നോട്ട് എടുക്കില്ല കേട്ടോ, നിങ്ങളുടെ കയ്യിലെ പൈസ കൊണ്ടുപോയിട്ട് ബാങ്കിൽ നിന്ന് മാറിക്കോളൂ, 2000 നോട്ട് അവിടുന്ന് തരും, 500 നോട്ടും തരും എന്ന് പറഞ്ഞു. ഇന്ത്യ കത്തും, ഇന്ത്യ പട്ടിണിയാവും. എന്തൊക്കെയായിരുന്നു നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനും SDP-കാരനും ഒക്കെ പൊതുയോഗങ്ങൾ. എന്തെങ്കിലും നടന്നോ? ഒന്നും നടന്നില്ല. ഇന്ത്യ കത്തിയില്ല, ഇന്ത്യ പട്ടിണി കിടന്നില്ല. കാരണം 50 ദിവസം കൊണ്ട് ഇന്ത്യയെ പൂർവ്വസ്ഥിതിയിൽ എത്തിക്കുവാൻ കഴിയുന്ന ഇരട്ട നട്ടലും ഇരട്ട ചങ്കുമുള്ളവനാണ് പറഞ്ഞത്, അവനത് ചെയ്തിരിക്കും. അങ്ങനെ മോദി ധാരാളം പണി ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നു എന്ന് തോന്നിയപ്പോഴാണ് 2019 മോദി വീണ്ടും വന്ന ഏക സിവിൽ കോഡും സാമ്പത്തിക സംവരണവും മുത്തലാഖ് നിരോധനവും ഒക്കെ വരും, പൗരത്വ ഭേദഗതി നിയമവും കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളയലുമൊക്കെ RSS-ന്റെ അജണ്ടയാണ്. അത് പരസ്യ അജണ്ടയാണ്. നിങ്ങൾ ഈ രഹസ്യ അജണ്ട എന്ന് പറയണ്ട, പരസ്യമായ അജണ്ടയാണ്. ഇതൊക്കെ ഘട്ടം ഘട്ടമായി കൊണ്ടുവരുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അധികാരത്തിൽ വന്നത്. അധികാരത്തിൽ മോദി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ മുസ്ലിങ്ങളിലെ ഒരു വിഭാഗം കോൺഗ്രസിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തു. അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി 8 പൂട്ടിയത്. ഹിന്ദുക്കളെയും വെറുപ്പിച്ചു. കേന്ദ്രത്തിൽ BJP-ക്കെതിരെ മുസ്ലിങ്ങളുടെ വോട്ടിനെ സമന്വയിപ്പിക്കുവാനും അവർക്ക് കഴിഞ്ഞു, കോൺഗ്രസിന്, UDF. അങ്ങനെയാണ് 19 സീറ്റ് കിട്ടിയത്. പക്ഷേ രാഹുൽ ഗാന്ധിക്ക് അറിയാം അമേഠിയിൽ എന്റെ നില വരുന്നില്ലാണ്. സ്മൃതി ഇറാനിയോട് തോക്കുമെന്നറിഞ്ഞപ്പോ ഉമ്മൻചാണ്ടിയെ വിളിച്ചു പറഞ്ഞതാണ്, ഒന്നെന്നെ രക്ഷിക്കൂ. ഉമ്മൻചാണ്ടി കുതന്ത്രശാലിയാണ്. അദ്ദേഹം പറഞ്ഞു, ദക്ഷിണ ഭാരതം പിടിക്കാൻ വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധിയെ വയനാട്ടിൽ മത്സരിപ്പിക്കാം. കേരളത്തിലെ പാവം കോൺഗ്രസ്സുകാർ വിചാരിച്ചത് നേടാൻ. ശരിയാണ്, നമ്മൾ 4 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഇയാളെ വിജയിപ്പിച്ചു. പക്ഷെ വിവരമുള്ള അമേഠിക്കാരൻ 52,000 വോട്ടിന് ഇയാളെ തോൽപ്പിച്ചു.
മലയാളി നമ്മൾ ഉത്ബുദ്ധന്മാരിൽ എന്താ നമ്മുടെ പേര്? ഉത്ബുദ്ധ മലയാളി. രണ്ട് സംഭവങ്ങൾ പറയാതിരിക്കാൻ വയ്യ. ഇന്ത്യൻ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത ഒരു ഭരണാധികാരിയെ നമുക്കുണ്ടായിട്ടുള്ളൂ. അത് 1975 ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥയിലൂടെ മാധ്യമങ്ങളെ പൂട്ടിക്കെട്ടി ആകാശവാണിയെയും ടിവിയെയും നിരോധിച്ചു, കോടതിയെ തന്റെ ഓർഡറിന്റെ കീഴിലാക്കിയ ആ ഇന്ദിരാഗാന്ധിയെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ റായ്ബറേലിയിലെ ഉത്തർപ്രദേശിലെ ജനങ്ങൾ തോൽപ്പിച്ചു. ഇന്ദിരാഗാന്ധിയുടെ പൊന്നോമന പുത്രനായ സഞ്ജയ് ഗാന്ധിയെ അമേഠിയിൽ തോൽപ്പിച്ചു. എന്നാൽ ഉത്ബുദ്ധ മലയാളി 20-ൽ 20 സീറ്റും കോൺഗ്രസിനോട്. നമ്മൾ ഉത്ബുദ്ധന്മാരാ. ഇന്ത്യൻ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത ഇന്ദിരയെയും സഞ്ജയിനെയും ഉത്തര ഭാരതത്തിൽ എന്താ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ പറയാ? കുളിക്കാത്ത വിവരമില്ലാത്തവന്മാരാണ് BJP തെരഞ്ഞെടുക്കുക. ആണോ? ആ വിവരം കെട്ടവൻ, ആ കുളിക്കാത്തവൻ പകലന്തിയോളം പാടത്ത് പണിയെടുക്കുന്നോണ്ട് 3 നേരവും നമ്മൾ കഞ്ഞി കുടിച്ച് പോകുവാൻ കാരണക്കാരനായവൻ, അവന്റെ ജനാധിപത്യ ബോധം ഒന്ന് പരിശോധിക്കേ. സാക്ഷാൽ ഇന്ദിരാഗാന്ധി ദുർഗ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട 71-ൽ ദുർഗ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഇന്ദിരാഗാന്ധിയെ 77-ൽ അവര് തോൽപ്പിച്ചപ്പോ ഉത്ബുദ്ധ മലയാളി 20-ൽ 20 സീറ്റും കൊടുത്തത് ഇന്ദിരയ്ക്കായിരുന്നു. അങ്ങനെ ഒരു സംഭവമാണ് 2019-ൽ നമ്മള് രാഹുൽ ഗാന്ധിക്കും നൽകിയത്. 2019-ൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി വീണ്ടും BJP പ്രഖ്യാപിച്ചു. മോദിജി പറഞ്ഞു, ഭായിയോ ബഹനോ, എന്റെ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിച്ചു. കുറേയൊക്കെ ഞാൻ ചെയ്തു. എല്ലാവർക്കും ഞാൻ ശൗചാലയം കൊടുത്തു, മതം നോക്കിയിട്ടില്ല. ഞാൻ എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് കൊടുത്തു, മതം നോക്കിയിട്ടില്ല. ഞാൻ എല്ലാ വീടുകളിലും ഗ്യാസ് കണക്ഷൻ കൊടുത്തു, മതം നോക്കിയിട്ടില്ല. ഞാൻ എല്ലാ 10 വയസ്സിന് ചുവട്ടിലുള്ള പെൺമക്കൾക്കും വേണ്ടി സുകന്യാ സമൃദ്ധി ഉണ്ടാക്കി, മതം നോക്കിയിട്ടില്ല. എല്ലാവർക്കും 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കൊടുത്തു, മതം ഞാൻ ചോദിച്ചിട്ടില്ല. എല്ലാ ഗ്രാമങ്ങളിലും ഞാൻ ഇലക്ട്രിസിറ്റി എത്തിച്ചു, മതം നോക്കിയിട്ടില്ല. ആ RSSനെയും BJPയെയാണ് നിങ്ങൾ വർഗീയവാദി എന്ന് വിളിക്കുന്നത്. മതം നോക്കി സ്കോളർഷിപ്പ് കൊടുക്കുന്ന, മതം നോക്കി സ്ഥാനാർത്ഥിത്വം കൊടുക്കാത്തതിന് തെരുവിലിറങ്ങുന്ന കേരളത്തിൽ നോക്കൂ, പൊന്നാനിയിൽ എന്താ സംഭവിച്ചത്? മതം നോക്കിയില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. നിങ്ങളുടെ ഈ മതേതര നമ്പറൊന്നും മുസ്ലിങ്ങളുടെ കയ്യിൽ ചെലവാവില്ല. ഇതൊക്കെ പാവ ഹിന്ദുവിന്റെ തലയിലിട്ട് പ്രയോഗിക്കുക എന്നല്ലാതെ ഇതൊന്നും അവിടെ ചെലവാവില്ല. അവിടെ നന്ദകുമാർ പറ്റില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ജയിപ്പിച്ചൊന്ന് കാണിക്ക് നോക്കാം. നമുക്ക് ഇവിടെ കുറ്റ്യാടിയിൽ വലിയ പ്രകടനം നടന്നുകൊണ്ടിരിക്കുക. കുഞ്ഞമ്മദ് കുട്ടി മാഷ് മതി. മതേതരത്വം എന്ന് പറയുന്നത് ഒരു 1 വേ ട്രാഫിക്കാ. അത് ഹിന്ദുവിന്റെ മാത്രം ബാധ്യതയാണ്. ഹിന്ദുവിന്റെ മാത്രം ബാധ്യത. ഞാൻ പറഞ്ഞു വന്നത് 2019-ൽ നരേന്ദ്രമോദി നമ്മളോട് പറഞ്ഞു, ഇതാ ഞാൻ വീണ്ടും നിങ്ങൾക്ക് മുന്നിൽ വോട്ട് ചോദിക്കാൻ വന്നിരിക്കുന്നു. എനിക്ക് 75 വയസ്സാകുന്നത് വരെ ഇന്ത്യ ഭരിക്കുവാൻ BJP തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് 69 വയസ്സായി. ഞാൻ ഒരു പ്രാവശ്യം കൂടി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി നിങ്ങളുടെ മുന്നിൽ നിന്നിരിക്കുകയാണ്. എനിക്ക് വോട്ട് ചെയ്യുമോ? പ്രിയമുള്ളവരെ, തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നു. 2014-ൽ ഭാരതത്തിലെ ജനങ്ങൾ മോദിജിയോട് പറഞ്ഞത്, പ്രിയപ്പെട്ട മോദിജി, അങ്ങ് പ്രധാനമന്ത്രി ആയതിന്റെ അനുഭവം ഞങ്ങൾക്കില്ല. പക്ഷേ ഗുജറാത്ത് മുഖ്യമന്ത്രി എന്ന നിലയിൽ ഗുജറാത്തിനെ ഇന്ത്യയിൽ നമ്പർ 1 സംസ്ഥാനമാക്കി നിങ്ങൾ മാറ്റിയിട്ടുണ്ട്. ആയതുകൊണ്ട് നിങ്ങൾ 5 വർഷം ഇന്ത്യ ഭരിച്ചോളൂ. അതുകൊണ്ട് 10 സീറ്റ് ഞങ്ങൾ ഇത് അധികം തരുന്നു. 282 2014 കൊടുത്തു. 5 വർഷക്കാലം ഒരഴിമതിയില്ലാതെ ഈ രാഷ്ട്രത്തിന്റെ ധീരതയും വീരതയും ലോകത്തിന് വിളംബരം ചെയ്ത ലോക ചക്രവർത്തി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട രീതിയിലേക്ക് വളർന്നു വന്ന മോദി 2019-ലെ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നു നോക്കുമ്പോ ഈ രാജ്യം തനിച്ചു ഭരിക്കുവാൻ 272 സീറ്റ് മാത്രം വേണ്ടിടത്ത് BJPക്ക് ജനങ്ങൾ നൽകിയത് 303. NDAക്ക് 352. ഈ RSS പ്രചാരകനിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഇദ്ദേഹത്തിന്റെ കൈകളിൽ ഈ രാഷ്ട്രം സുഭദ്രമാണ്. ഇദ്ദേഹം പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ പാകിസ്ഥാന്റെ ചൈനയുടെ ഒരു അഭ്യാസവും ഈ മണ്ണിൽ ചിലവാവില്ല.
ഒന്നിന് 10, 10ന് 100 തിരിച്ചടിക്കുവാൻ കഴിയുന്ന RSSന്റെ പ്രചാരകനായ പ്രധാനമന്ത്രിയാണ് ഇദ്ദേഹം എന്ന ബോധ്യം ഭാരതത്തിന് വന്നപ്പോ 2019 BJPക്ക് 303, കോൺഗ്രസിന് 54, 19 സീറ്റ് കേരളത്തിൽ കിട്ടിയതുകൊണ്ടാണ് നമ്മുടെ CPMന് വെറും 3 കേരളത്തിലെ ആലപ്പുഴയിൽ 1, 2 സീറ്റ് സ്റ്റാലിന്റെ തോന്നിയാസം കൊണ്ട് അവിടെ കിട്ടി തമിഴ്നാട്ടിൽ. ഇവരാണ് ഡിവൈഎഫ്ഐയുടെ ഒരു പരസ്യം കണ്ടു, ഇന്ത്യയെ രക്ഷിക്കാൻ ഡിവൈഎഫ്ഐയിൽ അംഗാവും. നോക്കൂ, നമ്മുടെ നാട്ടിലെ ആളുകൾ പറയാറുണ്ട് പെട്ടി ഓട്ടോറിക്ഷ അതിനെതിരാണ് നാഷണൽ പെർമിറ്റ് എന്ന്. നിങ്ങൾക്ക് മറ്റ് ബ്രാഞ്ചുകൾ ഇപ്പൊ ഇല്ല, പക്ഷെ നിങ്ങൾ ചെയ്യുന്ന അപകടകരമായ ഒരു കളിയുണ്ട് കേരളത്തിൽ. ഇസ്ലാമിക തീവ്രവാദത്തെ വളവും വെള്ളവും കൊടുത്ത് നിങ്ങൾ വളർത്തുകയാണ്. നിങ്ങൾ ശബരിമലയെ തകർക്കുവാൻ നിങ്ങൾ പരിശ്രമിക്കും. നിങ്ങൾക്ക് ഹിന്ദുവിനോട് പുച്ഛമാണ്. പക്ഷേ ക്രിസ്ത്യാനികൾ തമ്മിലടിച്ചിട്ട് 126 പള്ളിയാണ് കേരളത്തിൽ പൂട്ടിക്കിടക്കുന്നത്. ഒരൊറ്റടത്തിലും ഇടപെടാൻ പിണറായി വിജയന് ധൈര്യമുണ്ടോ? ഉണ്ടോ? ഹിന്ദുക്കളുടെ കാര്യം പറയാൻ സ്വരാജിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അയ്യപ്പന്റെ കല്യാണം കഴിഞ്ഞു. ആലോചിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞതിന്റെ ആ ഒരു ഹിന്ദുവിന്റെ ആ വിഷമം എത്ര ഉണ്ടെന്നുള്ളത് ഒരു ഹിന്ദുവായ സ്വരാജ് മനസ്സിലാക്കണ്ടേ? ഹിന്ദുവായിട്ട് അഭിമാനിക്കണ്ട. 2018 വെള്ളപ്പൊക്കം വന്നിട്ട് ശബരിമലയിൽ ആർക്കും പോകാൻ പറ്റാത്തതുകൊണ്ട് അയ്യപ്പന്റെ കല്യാണം മാളികപ്പുറത്ത് അമ്മയുമായിട്ട് കഴിഞ്ഞു. എന്നാൽ എന്റെ നേതാവേ, മാളികപ്പുറത്ത് അമ്മയാണ് എന്തെങ്കിലും നീ ഒന്ന് കരുതണ്ടേ? അമ്മയല്ലേ? അയ്യപ്പൻ അമ്മയുടെ ഭാവത്തിൽ ദർശിച്ചു. അയ്യപ്പനോട് വിവാഹം കഴിക്കാൻ അഭ്യർത്ഥന നടത്തിയപ്പോ അയ്യപ്പൻ മാതൃസ്ഥാനം നൽകിക്കൊണ്ട് അവിടെ പ്രതിഷ്ഠിക്കുക ചെയ്തത്. ബാക്കിയൊക്കെ ചില കഥകൾ വന്നതാ. വിവേകാനന്ദ സ്വാമികൾ ചിക്കാഗോയിൽ അങ്ങനെ നിറഞ്ഞാടി. യൂറോപ്പ് മുഴുവൻ സ്വാമിജി സ്വാമിജി എന്ന വാക്ക് വന്നപ്പോ അതീവ സുന്ദരിയായ ഒരു സായിപ്പൻ യുവതി ഒരു ദിവസം വിവേകാനന്ദ സ്വാമികളെ തനിച്ചു കാണാം. എന്നിട്ട് പറഞ്ഞു, അങ്ങയെപ്പോലെ ഒരു കുഞ്ഞ് എനിക്ക് വേണം, അങ്ങനെയൊക്കെ ഒരു കുഞ്ഞിനെ സമ്മാനിക്കൂ എന്ന്. അപ്പൊ തന്നെ കാക്കലേക്ക് വീണു വിവേകാനന്ദ സ്വാമികൾ. അമ്മേ, എന്നെ കുഞ്ഞായി സ്വീകരിക്കൂ എന്ന് പറഞ്ഞു. ഇതാണ് ഭാരതത്തിന്റെ ഫിലോസഫി. ഇത് മനസ്സിലാക്കാൻ സ്വരാജിന് പറ്റിയില്ല. പക്ഷേ ഈ മണ്ണിൽ പച്ചയായ ഇസ്ലാമിക ഭീകരവാദം നടമാടുമ്പോൾ, അത് ഈ നാടിന്റെ സുരക്ഷയെ ബാധിക്കുമ്പോൾ, അവരോട് കമ്മ്യൂണിസ്റ്റുകൾ കാണിക്കുന്ന അനങ്ങാപ്പാറ നയം അത് നമ്മുടെ എല്ലാവരുടെയും സ്വസ്ഥതയെ കെടുത്തുന്നതാണ് എന്ന് ഭരണകൂടം മനസ്സിലാക്കേണ്ടതാണ്. RSS മുസ്ലിങ്ങളുടെ ശത്രുവല്ല, RSS ക്രിസ്ത്യാനിയുടെ ശത്രുവല്ല, RSS രാഷ്ട്രവിരുദ്ധ തീവ്രവാദികളുടെ ശത്രുവാണ്. സ്വാഭാവികമാണല്ലോ. ഈ രാഷ്ട്രത്തിന്റെ പട്ടാളത്തെ അവർ കൊല്ലുന്നില്ലേ? ഇസ്ലാമിക ഭീകരന്മാർ RSSകാരെയാണോ കൂടുതൽ കൊന്നത്? ഇന്ത്യൻ സൈനികന്മാരെയാണോ? ഇന്ത്യൻ സൈനികന്മാരെയാണ്. 10,000-ൽ പരം ഇന്ത്യൻ സൈനികന്മാരെ കൊന്നു കളഞ്ഞിട്ടുണ്ട് പാകിസ്ഥാൻ ഭീകരവാദികൾ. അത് തന്നെയല്ലേ ഇവിടെയും നടക്കുന്നത്. ലോകത്തിലെ ഒരു രാജ്യത്തിലും ഭീകരവാദികളെ നേരിടുന്നത് പൊതുജനങ്ങളല്ല, അവിടുത്തെ സംഘടനകളല്ല, സൈന്യമാണ്. എന്നാൽ ഭാരതത്തിലെ തീവ്രവാദികളെ നേരിടുന്നത് ഇന്ത്യൻ സൈന്യവും സൈന്യത്തിന്റെ 2ാം നിരയായ RSSും ചേർന്നിട്ടാണ് എന്നറിയണം. അതുകൊണ്ടാണ് അശ്വിൻ കുമാർ കൊല ചെയ്യപ്പെടുന്നത്. അതാണ് അതിന്റെ കാരണം. പക്ഷേ ഞങ്ങളുടെ സംഘത്തിന്റെ ശാഖയിൽ പഠിപ്പിക്കും, ഇതുവരേക്ക് എന്റെ നാടീ ഞരമ്പുകൾ ഹൃദയരക്ത തുടിപ്പേറ്റു പാടുമോ, അതുവരേക്ക് പ്രളയം വരികിലും വെടിയുകില്ല ഞാൻ ഈ വഴിത്താരേ. പൂവിട്ടു വാഴ്ത്തി അനുകൂലികൾ ആദരിക്കാം, ശൂലത്തിലേറ്റി എതിരാളികൾ നിഗ്രഹിക്കാം. ഒന്നിച്ചു പോന്നവരിടക്ക് മടങ്ങിയേക്കാം, നന്നെന്ന് വാഴ്ത്തിയവർ നാളെ മറിച്ചു ചൊല്ലാം. ഇതൊക്കെ സംഭവിക്കും. RSSന്റെ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോയ എത്രയെത്ര സ്വയം സേവകന്മാർക്ക് ജീവൻ ബലിദാനം നൽകേണ്ടി വന്നൊരു മണ്ണായത്. എത്രയെത്ര പേർ. എന്നിട്ടും ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടോ ഇവിടെ? എന്തെങ്കിലും ഒരു ഭയമുണ്ടോ ഇവിടെ? ഹിന്ദുവായി ജീവിക്കുവാൻ ഔറംഗസീബിന്റെ ഭരണകാലത്ത് നമ്മൾ ജസിയ കൊടുത്തു, നികുതി കൊടുത്തു. നമ്മുടെ നാട്ടിലെ ചില സാഹിത്യകാരന്മാർ പറയാറുണ്ട്, ഇന്നലെയും ഒരു സാഹിത്യകാരന്റെ വാട്സപ്പ് പോസ്റ്റ് കണ്ടു.
700 വർഷക്കാലം ഇസ്ലാമിക രാജാക്കന്മാർ ഇന്ത്യ ഭരിച്ചിട്ടും അവർ ഇന്ത്യയെ ഇസ്ലാമിക രാജ്യമാക്കിയില്ലല്ലോ. പിന്നെ നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? RSSകാരാ നീ എന്തിനാ പേടിക്കുന്നത്? ഇസ്ലാമിക രാജ്യം വരും എന്ന് പറഞ്ഞിട്ട് നീ എന്തിനാണ് ഇവിടെ വർഗീയത പറയുന്നത്? ഇതൊക്കെയാണ് ചോദ്യം. ഇസ്ലാമിക രാജ്യമാക്കുവാൻ ഗസ്നിയും ഗോറിയും ഖിൽജിയും ബാബറും പരിശ്രമിക്കാത്തത് കൊണ്ടാണോ? അതല്ല, നമ്മൾ നിന്നുകൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ്. ഗ്രീക്ക്, റോം, ഈജിപ്ത്, മെസപ്പൊട്ടോമിയ, ബാബിലോണിയൻ സംസ്കാരങ്ങൾ ഇന്ന് ഭൂമിയിലുണ്ടോ? തകർത്ത് തരിപ്പണമാക്കി മതാധിഷ്ഠിത ഇസ്ലാമിക ക്രൈസ്തവ രാജ്യങ്ങളായി മാറിയിട്ടുണ്ട്. നിങ്ങൾ ഇന്ന് മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തെ തേടിപ്പോയാൽ തമ്മിൽ കലഹിക്കുന്ന ഇറാനെയും ഇറാഖിനെയും നിങ്ങൾക്ക് കാണാം. അവിടെ ആ സംസ്കാരത്തിൽപ്പെട്ട ഒരുത്തരും ബാക്കിയില്ല. റോമാ സാമ്രാജ്യം ക്രിസ്തുമതം സ്വീകരിച്ചു കളഞ്ഞിട്ടുണ്ട്. ഈജിപ്തിൽ ചെന്നാൽ കുറെ പിരമിഡ് കാണാം, ഇസ്ലാമിക രാജ്യ. പക്ഷെ എന്തുകൊണ്ട് ഭാരതം ഇസ്ലാമിക രാജ്യമായില്ല? 2300 വർഷക്കാലത്തെ നിരന്തര വൈദേശിക ആക്രമണമുണ്ടായ മണ്ണായത്. BC 326 മാസിഡോണിയയിൽ അലക്സാണ്ടറിൽ തുടങ്ങി യവന്മാരും ശാകന്മാരും ഹൂണന്മാരും കുശാനന്മാരും ഹിന്ദുവിനെ ഇല്ലാതാക്കാൻ നോക്കി. ഹിന്ദു നിന്നുകൊടുത്തില്ല. AD 711 മുഹമ്മദ് ബിൻ കാസിമിൽ തുടങ്ങി ഇസ്ലാമിക ഭരണാധികാരികളുടെ പടയോട്ടം. ഗസ്നിയും ഗോറിയും ഖിൽജിയും തുഗ്ലക്കും ബാബറും ഹുമയൂണും ഷാജഹാനും ബഹദൂർ ഷാ രണ്ടാമൻ വരെ 1850 വരെ ഇസ്ലാമിക രാജാക്കന്മാരുടെ പടയോട്ടത്തെ ചെറുക്കുവാൻ വേണ്ടി മരിച്ച ഹിന്ദുക്കളുടെ എണ്ണം എത്രയാണെന്നറിയോ നിങ്ങള്? 40 ലക്ഷത്തിൽ പരം. 30,000-ൽ പരം ക്ഷേത്രങ്ങൾ തച്ചുടച്ചു കളഞ്ഞു. അയോധ്യയും കാശിയും മധുരയും പള്ളികളായി രൂപാന്തരപ്പെട്ടു. അയോധ്യ പരിഹരിക്കപ്പെട്ട വിഷയമാണ്. രാമക്ഷേത്രത്തിന്റെ കലക്ഷൻ കഴിഞ്ഞു. രാമക്ഷേത്രം 2025 വരാൻ പോകുന്നു. തൊട്ടടുത്ത് തന്നെ കുറച്ച് മാറിയിട്ടാണെങ്കിലും പള്ളിയും വരാൻ പോകുന്നു. ഹിന്ദുവും മുസ്ലിമും ഏകോദര സഹോദരങ്ങളായിട്ട് കോടിക്കണക്കിന് മുസ്ലിങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് സുഖസുന്ദരമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നു. പ്രശ്നം കണ്ണൂരില്ല, പ്രശ്നം മലപ്പുറത്താ. അയോധ്യയിലെ ക്ഷേത്രത്തിന്റെ പ്രശ്നം എവിടെയാ? കേരളത്തിൽ, മലബാറിൽ. അയോധ്യയിൽ ഒരു പ്രശ്നവുമില്ല. അവിടുത്തെ മുസ്ലിങ്ങൾ ക്ഷേത്രത്തിൽ പോകുന്നവന് പൂമാല കെട്ടിക്കൊടുത്തിട്ട് പൈസ ഉണ്ടാക്കുന്നു. അവിടുത്തെ മുസ്ലിം സഹോദരന്മാർ മീശ പഠിച്ചിട്ട് താടി നീട്ടിയവരാ. കണ്ടാൽ നമുക്ക് തോന്നും ഒസാമ ബിൻ ലാദന്റെ കുടുംബക്കാരനാണോ എന്ന്. പഞ്ചപാവങ്ങൾ. അവർ റിക്ഷാവണ്ടി ചവിട്ടും. ഹിന്ദുക്കളെ കയറ്റും റിക്ഷാവണ്ടിയിൽ, എന്നിട്ട് അയോധ്യയിൽ കൊണ്ടുവന്നാക്കും. ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന രാമൻ ഒരു ടാർപോളിംഗ് ഷീറ്റിന്റെ ഉള്ളിലാണ്. പക്ഷേ 20,000 കോടി രൂപയുടെ അയോധ്യ തന്നെ തിരിച്ചു വരും. അയോധ്യ 65 ഏക്കർ ഭൂമിയിൽ അയോധ്യ തിരിച്ചു വരും. ആലോചിച്ചു നോക്ക്. ലോകത്തിന് മുഴുവൻ മാതൃകയായ, ലോകത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക രാഷ്ട്രമായ ഇന്തോനേഷ്യയുടെ ദേശീയ പുരുഷനായ ശ്രീരാമചന്ദ്രൻ, ആ ഭഗവാൻ ജനിച്ച നാട്ടിൽ ടാർപോളിംഗ് ഷീറ്റിന്റെ ഉള്ളിലാണ് ഭഗവാൻ. 500 കൊല്ലമായിട്ട് 1528 മതഭ്രാന്തനായ ബാബർ അയോധ്യയിലെ രാമക്ഷേത്രം തകർത്ത അന്നു മുതൽ ഈ 2021 ഭഗവാൻ അതിന്റെ ഉള്ളിൽ തന്നെയാണ്. എന്തായാലും 2025 ആ സ്വർണ്ണ പഞ്ചലോഹ നിർമ്മിതമായി കിടക്കുന്ന ശ്രീകോവിലിന്റെ ഉള്ളിൽ ഭഗവാനെ കാണുവാൻ അവസരം ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരാണ് നമ്മൾ എന്ന് ഞാൻ സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ. ആ ഗസ്നിയും ഗോറിയും ഖിൽജിയും തുഗ്ലക്കും ഈ ബാബറും ഭാരതത്തെ ഭരിച്ചപ്പോൾ എത്ര ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടു. അവർക്ക് അപ്പോഴൊന്നും ഇന്ത്യയെ ഇസ്ലാമിക രാജ്യമാക്കാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ട്? എപ്പോഴെപ്പോഴെല്ലാം ഈ മണ്ണിനെ തകർക്കുവാൻ ഏതെല്ലാം ശക്തികൾ വന്നുവോ അപ്പോഴെല്ലാം വീരപുരുഷ കേസരികൾ ഉയർത്തെഴുന്നേറ്റ മണ്ണാണ് ഈ ഭാരതം എന്ന് നാം അറിയണം. അലക്സാണ്ടർ വന്നപ്പോൾ എതിർക്കുവാൻ ഒരു പുരുഷോത്തമൻ ഉണ്ടായിരുന്നു. ഔറംഗസീബിനെതിരെ ഒരു വീര ശിവാജി ഉണ്ടായിരുന്നു. അക്ബർക്കെതിരെ ഒരു റാണ പ്രതാപൻ ഉണ്ടായിരുന്നു. ഗോറിക്കെതിരെ ഒരു പൃഥ്വിരാജ് ചൗഹാൻ ഉണ്ടായിരുന്നു.
നിങ്ങൾ ഈ മണ്ണിനെ ഇസ്ലാമിക രാഷ്ട്രമാക്കാൻ നോക്കുമ്പോഴെല്ലാം ഈ മണ്ണിനെയും ഈ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും രക്ഷിക്കുവാൻ വീരപുരുഷ കേസരികൾ ഉയർത്തെഴുന്നേറ്റ മണ്ണിന്റെ പേരാണ് ഭാരതം. പിന്നീട് ഡച്ചുകാർ വന്നു, പോർച്ചുഗീസുകാർ വന്നു, തുർക്കികൾ വന്നു, അറബികൾ വന്നു. ക്രിസ്ത്യാനിയായ സായിപ്പ് 200 കൊല്ലം അവൻ പഠിച്ച 18 പണിയും നോക്കി ഇന്ത്യയെ ക്രൈസ്തവ രാഷ്ട്രമാക്കാൻ. ഈ 2021 മാർച്ച് 10-ാം തീയതി ഹിമാലയത്തിന്റെ മുകളിൽ കയറി നിന്ന് കന്യാകുമാരിയിലേക്ക് നോക്കിയിട്ട് ജയ് ശ്രീറാം പറഞ്ഞാൽ അത് ഏറ്റുവിളിക്കുവാൻ 100 കോടി ഹിന്ദുക്കൾ ഇന്നും ജീവിക്കുന്നതാണ് ഈ ഭാരതം എന്ന് പറയുവാൻ എനിക്ക് അഭിമാനമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ 4 തീവ്രവാദികൾ വിചാരിച്ചാലൊന്നും ഹിന്ദുവിനെ അങ്ങ് തകർക്കുവാനോ ഈ സംസ്കാരത്തെ നശിപ്പിക്കുവാനോ കഴിയില്ല. 700 കൊല്ലക്കാലം നിങ്ങളുടെ എല്ലാം പൂർവികന്മാരായ ബാബറും ഗസ്നിയും ഗോറിയും ഖിൽജിയും അക്ബറും ഒന്നും നോക്കിയിട്ട് നടക്കാത്തത് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായ രാംനാഥ് കോവിന്ദ് രാഷ്ട്രപതിയായ ഒരു കാലഘട്ടത്തിൽ നടക്കുമോ എന്ന കാര്യം സംശയമാണ്. നിങ്ങൾക്ക് പ്രവർത്തിച്ചു നോക്കാം. പക്ഷേ ഈ മണ്ണിൽ ജീവിക്കുന്ന അത്ര സുഖം ഒരു മണ്ണിലും ഇസ്ലാമിന് ലഭിക്കില്ല എന്ന കാര്യം ചിന്താശേഷിയുള്ള മുസ്ലിങ്ങൾ മനസ്സിലാക്കിയപ്പോഴാണ് അബ്ദുള്ള കുട്ടിമാരുടെ ഒഴുക്ക് BJPയിലേക്ക് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ കൊൽക്കത്തയിൽ കത്തോലിക്കന്മാരുടെ ഏറ്റവും വലിയൊരു പള്ളിയിൽ അച്ഛൻ BJPയിൽ ചേർന്നു. പള്ളിയുടെ അച്ഛന്റെ കുപ്പായ എടുത്തു കളഞ്ഞു. ഞാൻ ഇനി മുതൽ BJPക്ക് വേണ്ടി പ്രവർത്തിക്കും. അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി. ഇവിടെ RSS ഉള്ളത് കൊണ്ട് എന്തു സംഭവിക്കുന്നു സർവ്വസാധാരണ ഹിന്ദുക്കൾ മനസ്സിലാക്കണം. നമ്മളോട് RSSനെ കുറിച്ച് വിരോധങ്ങൾ സൃഷ്ടിക്കുമ്പോ ഈ മണ്ണിലെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും RSSന്റെ ലക്ഷ്യമെന്ത്, മാർഗമെന്ത് എന്ന് സൂചിപ്പിച്ച് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. RSSനോട് നമുക്കുള്ള അഭിപ്രായ വ്യത്യാസം എന്ത്? ഇത് ഈ സർവ്വസാധാരണ സമൂഹം അറിയേണ്ടതാണ്. RSSന് അധികാരത്തിൽ വന്നാൽ, RSS അധികാരത്തിൽ വരില്ല, RSSന്റെ കുടുംബത്തിലെ BJP സമ്പൂർണ്ണമായിട്ട് അധികാരത്തിൽ വന്നാൽ ഇത് ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കും. ഇപ്പോ 2025 ആഗസ്റ്റ് 15-ാം തീയതി രാവിലെ മോദി ഇങ്ങനെ TV-യിൽ വന്നിട്ട് പറയും, നാളെ രാവിലെ മുതൽ ഹിന്ദു രാഷ്ട്രമാണ് ഇത് എന്ന് പറയും. ഇതാണ് മുസ്ലിങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നത്, ഹിന്ദു രാഷ്ട്രായി കളയും. അതേ RSSന്റെ പ്രാർത്ഥനയിൽ പറയുന്നു, ത്വയാ ഹിന്ദു ഭൂമേ സുഖം വർദ്ധിതോഹം, അല്ലയോ ഹിന്ദു ഭൂമേ നീ ഞങ്ങളെ സുഖമായി വളർത്തി. ഈ മണ്ണിന് 3 പേരുകളുണ്ട്. ഒന്ന് ഇന്ത്യ, എന്താണ് അർത്ഥം എനിക്കറിയില്ല. 2 ഭാരതം, ഭാ എന്ന വാക്കിന്റെ അർത്ഥം പ്രകാശം. ഭാസിൽ രമിക്കുന്നവൻ ഭാരതീയൻ, പ്രകാശത്തിൽ രമിക്കുന്നവൻ. 3-ാമത്തെ പേരാണ് ഹിന്ദുസ്ഥാൻ. ഹിന്ദുസ്ഥാൻ പെട്രോളിയം, RSSന്റെ പെട്രോളാ, നമ്മുടെ SDPക്കാരൻ അവിടുത്തെ പെട്രോൾ അടിക്കില്ലേ, HP ഹിന്ദുസ്ഥാൻ പെട്രോളിയം. കയ്യിൽ കെട്ടുന്നൊരു വാച്ച് ഉണ്ടായിരുന്നു മുമ്പ്, ഇപ്പോ കമ്പനിയിൽ HMT ഹിന്ദുസ്ഥാൻ മെഷീൻസ് ആൻഡ് ടൂൾസ്. HBC ഹിന്ദുസ്ഥാൻ ബിസിനസ് കോർപ്പറേഷൻ. അബ്ദുൾ സമദ് സമദാനി മാതൃഭൂമിയിൽ ലേഖന പരമ്പരകൾ എഴുതിയിരുന്നു, ഹിന്ദുസ്ഥാൻ ഹമാര. അപ്പൊ ഏതാണ് ഹിന്ദുസ്ഥാൻ? ഹിന്ദുക്കൾ വസിക്കുന്ന സ്ഥാനം, അതാണ് ഹിന്ദുസ്ഥാൻ. ഹിമാലയം സമാരഭ്യ യാവതിന്ദു സരോവരം തം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രചക്ഷതേ. വടക്ക് ഹിമാലയത്തിൽ തുടങ്ങി സിന്ധു മഹാസാഗരം വരെ ദേവനാൽ നിർമ്മിക്കപ്പെട്ട അതിമനോഹരമായ ഒരു ഭൂപ്രദേശം ഹിന്ദുസ്ഥാനം. ആ മണ്ണിൽ ജീവിക്കുന്ന 135 കോടി ജനങ്ങളുടെ സാംസ്കാരിക നാമം ഹിന്ദു. ഹിമാലയത്തിന്റെ ഹീം സിന്ധുവിന്റെ ഹിന്ദുവും ചേർന്നാൽ ഹിന്ദു. അതിനിടയിലല്ലേ നമ്മൾ രാമനും കൃഷ്ണനും മുഹമ്മദും ജോസഫും ജീവിക്കുന്നത്? അപ്പൊ നമ്മളെല്ലാം സാംസ്കാരികമായി ഹിന്ദുക്കളാണ്. ഇതിൽ 10-15 കോടി ആളുകൾ പള്ളിയിൽ പോകും, അവന്റെ മതം ഇസ്ലാമാണ്. ഒരു 4-5 കോടി ആളുകൾ ചർച്ചിൽ പോകും, അവന്റെ മതം ക്രിസ്ത്യാനിയാണ്. RSSന്റെ ഹിന്ദു രാഷ്ട്രം എന്ന് പറയുന്നത് ഈ മണ്ണിന്റെ സംസ്കാരത്തെ കുറിക്കുന്നതാണ്. അത് മുസ്ലിങ്ങളോട് പാകിസ്ഥാനിൽ പോകാൻ പറയുന്നതല്ല. അത് കമ്മ്യൂണിസ്റ്റുകാരനും ക്രിസ്ത്യാനിക്കുമെതിരെ പ്രവർത്തിക്കുന്നതല്ല എന്നറിയണം. നോക്കൂ, ഈ പുന്നാടുള്ള ഏതെങ്കിലും ഒരു മുസ്ലിമിനോട് നിങ്ങൾ ചോദിക്കുന്നു, ഒരു RSSകാരൻ ചോദിക്കേണ്ട, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ചോദിച്ചാൽ മതി. RSSകാരൻ ചോദിച്ചാൽ വലിയ പ്രശ്നമായിരിക്കും.
ചോദ്യം ഇതാ, നീ സൗദി അറേബ്യ പോകുന്നോ? ഒരു സന്തോഷം, ഞാൻ പോവാം, വിസയുണ്ടൊന്നിൽ. നീ അമേരിക്കയിൽ പോകുന്നോ? സന്തോഷം, ഞാൻ പോവാം. നിങ്ങളൊന്ന് പാകിസ്ഥാൻ പോകുന്നോ എന്ന് ചോദിച്ചു നോക്കൂ. അപ്പൊ കിട്ടും തല്ല്. അപ്പൊ ഇത്രയും തല്ലിപ്പൊളിയാണോ പാകിസ്ഥാൻ? ഒന്ന് പോകാൻ മാത്രം നിങ്ങൾക്ക് പേടിയാണോ പാകിസ്ഥാൻ? എന്റെ 47 വെട്ടിമുറിച്ചിട്ട് സ്വർഗഭൂമിയായിട്ട് കൊണ്ടുപോയ സ്ഥാനല്ലേ പാകിസ്ഥാൻ? എന്നെ പാകിസ്ഥാനിൽ പോകുവാൻ ഭീകരവാദികളല്ലാത്ത സർവ്വസാധാരണ മുസ്ലിം ആഗ്രഹിക്കാത്തത്? ഈ നാട്ടിലെ 100 മുസ്ലിങ്ങളെ എടുത്തോ, അതിൽ ഭീകരവാദത്തിന് പോകുന്ന ആളുകൾക്ക് ഓക്കെ, പാകിസ്ഥാൻ ഓക്കെയാണ്. സർവ്വസാധാരണക്കാരായ മുസ്ലിങ്ങളിൽ 1% പോലും ഞങ്ങൾ പാകിസ്ഥാനിൽ പോകണമെന്ന് പറയുമോ? പറയില്ല. പാകിസ്ഥാൻ ജീവിക്കാൻ കൊള്ളാത്ത നാടാണ് എന്ന് ഇന്ത്യൻ മുസ്ലിങ്ങൾ പറയും. എന്നാൽ പാകിസ്ഥാനിൽ ജീവിക്കുന്ന ഹിന്ദുക്കളോട് ചോദിക്കുക, നിങ്ങൾ ഇന്ത്യയിൽ പോകുന്നോ? അവരപ്പോ പറയും ഞങ്ങൾക്ക് പോകണം. എന്തേ? സ്വതന്ത്ര പാകിസ്ഥാനിൽ ഹിന്ദുവിന്റെ ജനസംഖ്യ 24, ഇന്ന് 1%. എവിടെ പോയി? കൊല്ലപ്പെട്ടു. ബാക്കിയുള്ളവർ അഭയാർത്ഥികളായിട്ട് ഇങ്ങോട്ട് ഓടി. ആ അഭയാർത്ഥികളെ അടിച്ചങ്ങോട്ട് ഓടിക്കുന്നതിന് പകരം അവർക്ക് പൗരത്വം നൽകലാണ് പൗരത്വ ഭേദഗതി നിയമം. അത് മുസ്ലിങ്ങൾക്കെതിരാണെന്നാ പറയുന്നത്. എങ്ങനെ? 955 നമ്മുടെ നാട്ടിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും ഒരു കരാർ ഒപ്പിട്ടു. മുസ്ലിം സഹോദരങ്ങൾ മനസ്സിലാക്കുക കാര്യങ്ങൾ. ഞങ്ങൾ നിങ്ങൾക്ക് വോട്ടിന് വേണ്ടിയിട്ടൊന്നും ഹിന്ദു ഐക്യവേദിക്ക് തെരഞ്ഞെടുപ്പൊന്നും മത്സരിക്കാറില്ല. RSSും നിങ്ങളുടെ വോട്ടിന് വേണ്ടിയിട്ടല്ല പറയുന്നത്. വോട്ടൊക്കെ നിങ്ങൾ ഇഷ്ടമുള്ളവർക്ക് ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ സത്യമായിട്ട് പറയുകയാണ്, പൗരത്വ ഭേദഗതി നിയമം മുസ്ലിങ്ങളെ പാകിസ്ഥാനിലേക്ക് പറഞ്ഞേക്കുവാനുള്ളതാണെന്ന് ഇവിടുത്തെ ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസുകാരനും പറഞ്ഞ സമയത്ത് നമ്മൾ വോട്ടിലേക്ക് ഇറങ്ങിയില്ലേ? നമ്മൾ മനസ്സിലാക്കിയോ ഇതെന്തായിരുന്നു കാര്യമെന്ന്? അറിയണം. 955 നിയമപ്രകാരം പാകിസ്ഥാനിൽ നിന്ന് ആട്ടിയോടിക്കപ്പെടുന്ന അവിടുത്തെ ന്യൂനപക്ഷത്തെ ഭാരതം സ്വീകരിക്കണം. ആരാ പാകിസ്ഥാനിലെ ന്യൂനപക്ഷം? അവിടുത്തെ ഹിന്ദു, അവിടുത്തെ ക്രിസ്ത്യാനി, ജൂതൻ, പാഴ്സി, ബുദ്ധ, ജൈന, ഈ 6 വിഭാഗങ്ങൾ അവിടുത്തെ ന്യൂനപക്ഷം. അവരെന്തെങ്കിലും കാരണവശാൽ ഓടി ഇങ്ങോട്ട് വന്നാൽ അവരെ നമ്മൾ സംരക്ഷിക്കണം. ഭാരതത്തിലെ ന്യൂനപക്ഷമായ മുസ്ലിം അങ്ങോട്ട് ഓടിപ്പോകേണ്ട അവസ്ഥ വന്നാൽ അവരാര് സംരക്ഷിക്കണം? പാകിസ്ഥാൻ സംരക്ഷിക്കണം. പക്ഷേ സുഹൃത്തുക്കളെ, 73 വർഷക്കാലത്ത് സ്വതന്ത്ര ഭാരതത്തിന്റെ ചരിത്രത്തിൽ ഒരു മുസ്ലിമിനും ഭാരതത്തിൽ നിന്നും പാകിസ്ഥാനിലേക്ക് ഓടിപ്പോകേണ്ട ഗതികേട് വന്നില്ല. എന്നാൽ 24% ഉണ്ടായിരുന്ന പാകിസ്ഥാനിലെ ഹിന്ദുവിൽ 23% ഓടിപ്പോയി കൊല്ലപ്പെട്ടു. ഇന്ന് 1% മാത്രം അവിടെ നിൽക്കുന്നു. അവർക്ക് വോട്ടവകാശം കിട്ടിയത് 2004-ലാണ്. ഈ അഭയാർത്ഥികളായിട്ട് ഭാരതത്തിലേക്ക് ഓടിപ്പാഞ്ഞു വന്ന ഈ പാവങ്ങളെ സംരക്ഷിക്കുവാൻ വേണ്ടി പൗരത്വ നിയമത്തിൽ ഭേദഗതി വരുത്തി BJP സർക്കാർ. അത് ഭാരതത്തിൽ ജനിച്ചു വളർന്ന് ജീവിക്കുന്ന, ഭാരതത്തിൽ മരിക്കുന്ന ഒരു മുസൽമാനുമെതിരെയായിരുന്നില്ല എന്നറിയാമായിരുന്നിട്ടും നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസുകാരനും കേരളത്തിന്റെ നിയമസഭ വരെ പറഞ്ഞു കൊടുത്തു, നാളെ നിങ്ങൾ പാകിസ്ഥാനിൽ പോകേണ്ടി വരും, അതിനു വേണ്ടിയിട്ടാണ് ഇത് എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ തെറ്റിദ്ധരിച്ചു, നിങ്ങൾ പഠിക്കാൻ പരിശ്രമിച്ചില്ല. RSSന്റെ ഹിന്ദുരാഷ്ട്രം, സാംസ്കാരിക ഹിന്ദുരാഷ്ട്രം പൗരത്വ ഭേദഗതി നിയമം 55 കരാറിൽ ഭേദഗതി വരുത്തിയതാണ്. മുത്തലാഖ് നിരോധിച്ചു BJP. ഒരു കുഴപ്പമില്ലല്ലോ. ഇനി ഏക സിവിൽ നിയമം വരാൻ പോകുന്നു. ഒരു കുഴപ്പം ഉണ്ടാവില്ല. എന്തുകൊണ്ടെന്നാൽ 18 വയസ്സ് തികഞ്ഞ ഒരു പെൺകുട്ടിയെ 21 വയസ്സ് തികഞ്ഞ ഒരു ആണിന് കല്യാണം കഴിക്കാം. ഇത് മുസ്ലിങ്ങൾ അനുസരിക്കുന്നില്ലേ? ഉണ്ട്. ഇത് ക്രിസ്ത്യാനിക്കും ജൂതനും പാഴ്സിക്കും ബാധകല്ലേ? ആണ്. പിന്നെന്താ ഏക സിവിൽ നിയമത്തിന്റെ പ്രശ്നം? സ്വത്തവകാശം ആണിനും പെണ്ണിനും തുല്യമായി കൊടുക്കണം. ഇതിലെന്താ കുഴപ്പം? ഒരച്ഛനും അമ്മയ്ക്കും ഒരു ആണും ഒരു പെണ്ണും ഉണ്ടായി, രണ്ടും ഈ അച്ഛന്റെ അമ്മയുടെ മക്കളല്ലേ? അതിൽ പെണ്ണിന് സ്വന്തവകാശമില്ല. ക്രിസ്തു മതത്തിൽ അങ്ങനെയുള്ള നിയമങ്ങളുണ്ട്. അത് പറ്റില്ല. പുരുഷന് കൊടുക്കുന്നതിന്റെ 4/1 സ്ത്രീക്ക്, അതും പറ്റില്ല. നിങ്ങൾ പറയുന്നു ഭരണഘടനയിൽ ആണും പെണ്ണും തുല്യാണ് എന്ന്. ശരി, ശബരിമലയിൽ കയറുമ്പോൾ മാത്രം മതിയോ? അത് സ്വത്ത് നിയമത്തിൽ വേണ്ടേ? അവിടെ ഏക സിവിൽ നിയമം, ഈ രാഷ്ട്രത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഒരു നിയമം. ഇത് വർഗീയതയാ? നിങ്ങൾ ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ ജൂതനോ പാഴ്സിയോ ഇതൊന്നും ഭരണകൂടത്തിന്റെ വിഷയമല്ല. പ്രത്യേകിച്ച് നരേന്ദ്രമോദി സർക്കാർ ഒരിടത്തും മതം ചോദിക്കുന്നില്ല. ഇസ്ലാമിക നിയമപ്രകാരമാണോ ഇവിടുത്തെ ക്രിമിനൽ കുറ്റങ്ങൾക്ക്? ഇസ്ലാമിക നിയമമാണോ? അല്ലല്ലോ, ഇന്ത്യൻ നിയമമാണല്ലോ. കട്ടവന്റെ കൈവക്കുന്നുണ്ടോ? വ്യഭിചരിച്ചവരെ ഉടുതുണി കെട്ടി വരിഞ്ഞു കെട്ടി കല്ലെറിഞ്ഞു കൊല്ലുന്നുണ്ടോ?
ഇല്ലല്ലോ, ഇന്ത്യൻ നിയമമാണ്. അപ്പൊ ക്രിമിനൽ കേസിൽ ഞങ്ങൾക്ക് ഇന്ത്യൻ നിയമം മതി. കല്യാണം കഴിക്കുമ്പോ ഞങ്ങൾ ഇസ്ലാമിക നിയമം. ഇത് മാറണ്ടേ? നോക്കൂ, ഈ പുന്നാട് ഒന്നിലേറെ ഭാര്യമാരുള്ള എത്ര മുസ്ലിം സഹോദരങ്ങളുണ്ട് പരിശോധിച്ചിട്ടുണ്ടോ? എന്റെ നാട്ടിലില്ല. എന്റെ നാട്ടിൽ ഒരു ഹിന്ദുവിന് 2 ഭാര്യമാരുണ്ട്. അയാളെ ഞങ്ങൾ ഷെയ്ഖ് എന്ന് വിളിക്കുക. ഷെയ്ഖ്. നിലവിൽ മുസ്ലിങ്ങൾ 2 ഭാര്യയെ ഒരു വീട്ടിലോ തൊട്ടടുത്ത വീട്ടിലോ പൊറുപ്പിച്ച് കിടക്കുന്ന ഒരു മുസ്ലിം വീട് പോലുമില്ല. പിന്നെ എന്തിനാ പേടിയുന്നത്? ഇത് പറഞ്ഞ് കുപ്രചരണം അടിച്ചിട്ട് മുസ്ലിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ വിഷം കാറ്റി കൊടുക്കുകയാണ്. ഏക സിവിൽ നിയമം എന്ന് പറയുന്നത് ഈ രാഷ്ട്രത്തെ ഒന്നായി കാണുന്നു. കമ്മ്യൂണിസ്റ്റുകാരൻ അതിന് എതിരായിരിക്കും. എന്തുകൊണ്ടാ? മുസ്ലിങ്ങൾ വോട്ട് ബാങ്കാ, ക്രിസ്ത്യാനികൾ വോട്ട് ബാങ്കാണ്. എന്തേ പിണറായി വിജയൻ ശബരിമലയിൽ ഇപ്പം രഹന ഫാത്തിമയെ കേട്ടാത്തത്? രഹന ഫാത്തിമ തീപ്പെട്ട് പോയോ? കനകതുകയും ബിന്ദുവും ചത്തുപോയോ? ഇല്ലല്ലോ. എന്തേ കേട്ടാത്തത്? ഹിന്ദു വോട്ട് ബാങ്കായി മാറുന്നു. ആ സമയം ശബരിമലയെ തകർക്കാൻ വരുമ്പോ ഹിന്ദു ഒറ്റക്കെട്ടായി നിൽക്കുന്നു. ഇപ്പൊ ശബരിമലയെ കുറിച്ച് ചർച്ച നടത്താനല്ലേ പറയുന്നത്? UDF പറയുന്നത് എന്താ? നിയമം ഉണ്ടാക്കാന്നല്ലേ? ഞങ്ങൾ പ്രത്യേക നിയമം ഉണ്ടാക്കും എന്നൊക്കെയാണല്ലോ പറയുന്നത്. നമ്മൾ സംഘടിത ശക്തിയാണ് എങ്കിൽ രാഷ്ട്രീയക്കാർ നമ്മുടെ പിന്നാലെ വരും. കേരളത്തിലെ ഹിന്ദുക്കൾ ഒരു കാലത്ത് ജാതീയപരമായി ഭിന്നിച്ചുപോയി. തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരുമായി തീർന്നു. അതൊന്നും നമ്മുടെ ധർമ്മത്തിന്റെ ഭാഗമല്ല കേട്ടോ. വേദങ്ങളെ 4 പകുത്തവൻ മുക്കുവനാണ്. രാമായണം എഴുതിയവൻ കാട്ടാളനാ, ആദിവാസിയാണ്. നോക്കൂ, ഈ 2021 ജീവിക്കുമ്പോൾ ശബരിമലയെ തകർക്കുവാൻ എന്തുകൊണ്ടാണ് ഗൂഢാലോചന? ഏക ദൈവത്തിന്റെ പേര് പറയുന്നവർ, ഏക കിതാബിന്റെ പേര് പറയുന്നവർ, ഏക അന്ത്യപ്രവാചകന്റെ പേര് പറയുന്നവർ ഏക പള്ളിയിൽ പോവോ? കത്തോലിക്കന്റെ പള്ളിയിൽ പ്രൊട്ടസ്റ്റന്റുകാരൻ പോവില്ല. മലങ്കരക്കാരന്റെ പള്ളിയിൽ സുറിയാനി പോവില്ല. മുജാഹിദന്റെ പള്ളിയിൽ ജമാഅത്തുകാരൻ പോവില്ല. ജമാഅത്തിന്റെ പള്ളിയിൽ ഷിയ പോവില്ല. ഏകതയുടെ പേര് പറയുകയും ബഹുതയിൽ ജീവിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഹിന്ദുവോ? നമുക്ക് ഐക്യമില്ല എന്ന് പറയുന്നവരുണ്ട്. ആ വാക്ക് പിൻവലിക്കണം കേട്ടോ. 33 കോടി ദൈവങ്ങളിൽ വിശ്വസിക്കുന്ന ഹിന്ദുവിന് ഒരു ശബരിമല, ഒരു വൈക്കം, ഒരു കാടാമ്പുഴ. ഒരു ഗ്രന്ഥത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്, അനേകം ഗ്രന്ഥങ്ങളിൽ. ഒരു ഗുരുവിലാണോ, ഒരു പ്രവാചകനിലാണോ നമ്മൾ വിശ്വസിക്കുന്ന? അനേകം പ്രവാചകന്മാരിൽ. നമുക്കിടയിൽ ഗ്രന്ഥത്തിന്റെ പേരിൽ അടിയുണ്ടോ? നമുക്കിടയിൽ ദൈവത്തിന്റെ പേരിൽ അടിയുണ്ടോ? നമുക്കിടയിൽ ആരാധനാലയത്തിന്റെ പേരിൽ അടിയുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് ശബരിമലയെ തകർക്കുന്നത്. അപ്പൊ ശബരിമലയുടെ പ്രത്യേകത എന്താ? പുലയനും പറയനും നായരും നമ്പൂരിയും കോൺഗ്രസ്സുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും BJP-കാരനുമായ ഹിന്ദു 41 ദിവസം നമ്മൾ നേടുത്തു പോകും. എവിടെ? ശബരിമല. കമ്മ്യൂണിസ്റ്റുകാർ പൊതുവെ പറയാറില്ലേ, തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയൊക്കെ കേരളത്തിൽ ഇല്ലാത്തത് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകൾ ഉള്ളത് കൊണ്ടാണ് എന്നൊക്കെ. നിങ്ങളുള്ളതുകൊണ്ടൊന്നുമല്ല, ഇവിടെ RSS ഉള്ളതുകൊണ്ട്. നിങ്ങൾക്ക് മറ്റു ഭ്രാന്തില്ലല്ലോ. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഏത് ക്ഷേത്രത്തിലും ഏത് ഹിന്ദുവിനും പോകാം. അല്ല എന്ന് പറയാൻ ഒരൊറ്റ ഉദാഹരണം നിങ്ങൾ പറയും. ഏത് ക്ഷേത്രത്തിലും ഏത് ഹിന്ദുവിനും പോകുന്ന സാമൂഹ്യ സാഹചര്യത്തെ RSS ഭാരതത്തിൽ ഒരുക്കിയിട്ടുണ്ട്. എന്തിനേറെ, ആലുവയിലെ തന്ത്ര വിദ്യാപീഠത്തിൽ നിങ്ങളുടെ ഈ പുന്നാടിൽ നിന്ന് 2 പുലയനോ പറയനോ ആദിവാസിയോ ഏത് വിഭാഗത്തിൽപ്പെട്ടവരെ തന്നോ അമ്പലത്തിലെ ശാന്തിക്കാരാക്കി തിരിച്ചുതരാം. അമ്പലത്തിലെ ശാന്തിക്കാരനാക്കി തിരിച്ചുതരാം. ഇപ്പൊ പിണറായി വിജയൻ പറയുന്നുണ്ടല്ലോ, ഞങ്ങളൊരു ദളിതനെ ബ്രാഹ്മണനാക്കിയിട്ട് അമ്പലത്തിലെ ശാന്തിക്കാരനാക്കി. AKG സെന്റർ എന്നാ പഠിപ്പിച്ചത് പൂജാവിദ്യ. RSSന്റെ പ്രചാരകനായ മാധവജി ആലുവയിൽ സ്ഥാപിച്ച തന്ത്ര വിദ്യാപീഠത്തിൽ വെച്ച് നീ പുലയനോ പറയനോ നായരോ നമ്പൂരിയോ എന്ന് നോക്കാതെ ക്ഷേത്രവിധികളും തന്ത്രശാസ്ത്രവും പഠിപ്പിച്ച് പുറത്തേക്ക് ഇറക്കുന്നവരെ കൊണ്ടുപോയിട്ട് അമ്പലത്തിലെ ശാന്തിക്കാരനാക്കുന്നത്. ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളിൽ ഇന്ന് എല്ലാ ജാതിയിൽപ്പെട്ട ഹിന്ദുവും അവന്റെ ശാന്തി പണിയെടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, 33 കോടി ദൈവങ്ങളിൽ വിശ്വസിക്കുമ്പോഴും ആ ദൈവത്തിന്റെ പേരിൽ സംഘർഷമില്ലാത്തവരാണ് ഹിന്ദുക്കൾ. ആ ഹിന്ദുവിനെ കൂട്ടിയോജിപ്പിക്കുന്ന 5 കോടി ഹിന്ദുക്കളെ ഒരു തീർത്ഥാടന സമയത്ത് ഒന്നിപ്പിക്കുന്നതാണ് ശബരിമല. ശബരിമലയിൽ എത്തിയാൽ നമുക്ക് പേരില്ല. എനിക്ക് പേരില്ല. എന്നെ സ്വാമി എന്നാ വിളിക്കുക, അയ്യപ്പൻ എന്നാ വിളിക്കുക. തത്വമസി അത് നീയാണ്. ഹിന്ദുവിന്റെ മഹാവാക്യാണ് തത്വമസി. അതിനെ അന്വർത്ഥമാക്കുന്ന കേന്ദ്രമാണ് ശബരിമല. അയ്യപ്പനെന്നും സ്വാമിയെന്നും വിളിക്കുന്നു. 24 മണിക്കൂറും 48 മണിക്കൂറും ഭഗവാനെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി ക്യൂ നിൽക്കുമ്പോ മുന്നിൽ നിൽക്കുന്നവന്റെ വിയർപ്പ് എന്റെ ശരീരത്തിലും എന്റെ ശരീരത്തിലെ വിയർപ്പ് പുറകിൽ നിൽക്കുന്നവന്റെ ശരീരത്തിലും പറ്റിപ്പിടിക്കുമ്പോ മുന്നിൽ നിൽക്കുന്നവനോട് നീ പുലയനാണോ എന്ന് ചോദിക്കാൻ സമയമൊന്നും കിട്ടില്ല.
അവിടെ ഒരൊറ്റ മന്ത്രമേ ഉള്ളൂ, സ്വാമിയേ അയ്യപ്പോ. സ്വാമി അയ്യപ്പനായി തീർന്ന, അയ്യപ്പൻ സ്വാമിയായി തീരുന്ന ആ കേന്ദ്രം നശിപ്പിക്കേണ്ടത് ആരുടെ ആവശ്യമാണ്? ഏകദൈവ വിശ്വാസത്തിന്റെ പേരിൽ തമ്മിലടിക്കുന്നവന്റെ ആവശ്യമാണ്. അവൻ അത്ഭുതമാണിത്. 33 കോടി ദൈവ, കല്ലുകരുടെ കാഞ്ഞിരക്കുറ്റി മുതൽ മുല്ലുമുരുടെ മൂർഖൻ പാമ്പ് വരെ നമുക്ക് ദൈവം. ആ ബഹുദൈവങ്ങളെ ആരാധിക്കുമ്പോഴും ദൈവത്തിന്റെ പേരിൽ എന്തെങ്കിലും ഒരു ഇടി ഹിന്ദുക്കൾ തമ്മിലുണ്ടോ? കമ്മ്യൂണിസ്റ്റുകാരും BJP-ക്കാരൊക്കെ ചില്ലറ അടിയും പിടിയൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ ഏറെക്കുറെ ശാന്തമാവും. കമ്മ്യൂണിസ്റ്റ് ഏറെക്കുറെ ഇല്ലാതായി ഇന്ത്യ മഹാരാജ്യത്തില്. അത്രയല്ലേ ഉള്ളൂ. ഇനിയിപ്പോ കേരളത്തിൽ ഈ ഇസ്ലാമിക ഭീകരവാദികളും കമ്മ്യൂണിസവും പിടിച്ചു നിൽക്കുന്നത് മനുഷ്യന്റെ മനസ്സിൽ ഭയമുണ്ട് എന്നൊരൊറ്റ കാര്യമുണ്ട്. ഇത് പൊട്ടിയാലുണ്ടല്ലോ, ആ ഭയമൊന്നും ഇല്ലാതായാൽ, പൊട്ടിത്തുടങ്ങിയാൽ വെടിമരുന്ന് പുരക്ക് തീപിടിച്ചതുപോലെയാണ്, നിർത്താൻ പറ്റില്ല. ത്രിപുരയിലൊക്കെ അങ്ങനെയല്ല സംഭവിച്ചത്. അവസാനം ലോക്കൽ സെക്രട്ടറിമാരൊക്കെ പോറാട്ടടിക്കാൻ വേണ്ടി കേരളത്തിലേക്ക് വണ്ടി കയറി. ആലോചിച്ചോണം നിങ്ങൾ. ഇവിടെ ഞാൻ പറഞ്ഞു വന്നത്, ആ ഹിന്ദുവിന്റെ രാഷ്ട്രം, ഹിന്ദുവിന്റെ ദർശനം, ഹിന്ദുത്വ സംസ്കാരം, അത് ഈ മണ്ണിന്റെ സംസ്കാരമാണ്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ, നിങ്ങൾ ഇന്തോനേഷ്യയെ മാതൃകയാക്കൂ. ലോകത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക രാജ്യത ഇന്തോനേഷ്യ. പക്ഷെ ഇന്തോനേഷ്യയുടെ ദേശീയ പുരുഷന്റെ പേരെന്താ? ശ്രീരാമചന്ദ്രൻ. ഇന്തോനേഷ്യയുടെ ബാങ്കിന്റെ പേരെന്താ? കുബേര. ഇന്തോനേഷ്യയുടെ വിമാന സർവീസിന്റെ പേരെന്താ? ഗരുഡ എയർലൈൻസ്. ഇന്തോനേഷ്യക്കാരുടെ പേരെന്താ? അവിടുത്തെ മുമ്പത്തെ പ്രസിഡന്റ് പേര് മേഘാവതി എന്നാണ്. അതിന്റെ മുമ്പ് മേഘാവതി സുകർണ, അതിന്റെ മുമ്പ് മേഘാവതി സുഹൃത, സുകർണൻ, സുഹൃതൻ, മേഘാവതി. രാമായണത്തിലെ പേരുകളാണ്. ഞങ്ങളുടെ മതം ഇസ്ലാമാണ്, സംസ്കാരം ഭാരതീയമാണ്. മതത്തെയും സംസ്കാരത്തെയും കൂട്ടിക്കുഴക്കരുത്. നിങ്ങൾ APJ അബ്ദുൽ കലാമിനെ പോലെയുള്ള മുസ്ലിങ്ങളായി തീരൂ. നിങ്ങൾ അബ്ദുള്ള കുട്ടിയെ പോലെയുള്ള മുസ്ലിങ്ങളായി തീരൂ. ഇതിന്റെ അർത്ഥം നിങ്ങൾ BJP-യിൽ മെമ്പർഷിപ്പ് എടുക്കണമെന്നല്ല. നമ്മുടെ മണ്ണിതാണ്. സൗദി അറേബ്യയിൽ പോയാലും ഹിന്ദുവിനെയും മുസ്ലിമിനെയും ഒക്കെ വിളിക്കുക ഹിന്ദികളെന്ന. നമ്മൾ ഹിന്ദുസ്ഥാനികളെന്നാ നമ്മളെ അവർ അഭിസംബോധന ചെയ്യുന്നത്. അവിടെ പ്രത്യേക അവകാശങ്ങളോ ആനുകൂല്യങ്ങളൊന്നും മുസ്ലിങ്ങൾക്ക് കിട്ടില്ല. നമ്മുടെ മണ്ണിതാ. നമ്മൾ ജനിച്ചത്, ജീവിക്കുന്നത്, മരിച്ചാൽ ചേരുന്നത് ഈ മണ്ണിലാണ്. ഈ മണ്ണിൽ ജീവിക്കുമ്പോ നിങ്ങൾ പള്ളിക്ക് പുറത്ത് പട്ടാളത്തിന്റെ, പോലീസിന്റെ കാവൽ ആവശ്യമില്ല. നിർഭയം നിസ്കരിക്കാം. നിങ്ങൾ ഇടത്തോട്ടും വലത്തോട്ടും ഒന്നും തിരിഞ്ഞിക്കണ്ട, പടിഞ്ഞാറോട്ട് തന്നെ നിങ്ങൾക്ക് നോക്കി നിസ്കരിക്കാം. ഒട്ടും ഭയമുണ്ടാവില്ല. കാരണം ഒരു ഹിന്ദു ചാവേറായിട്ട് ഒരു പള്ളിയിലും ഇന്നേ വരെ പൊട്ടിത്തെറിച്ചിട്ടില്ല. പക്ഷെ ഞങ്ങളുടെ വിശ്വാസങ്ങളെ മാനിക്കുവാൻ നിങ്ങൾ തയ്യാറാവണം. ആയിരക്കണക്കിന് വർഷങ്ങളായി ഇസ്ലാമിനൊപ്പം ഹിന്ദു ജീവിക്കുന്നുണ്ട്, ഹിന്ദുവിനൊപ്പം ഇസ്ലാം ജീവിക്കുന്നുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിൽ ലക്ഷക്കണക്കിന് ചിത്രകാരന്മാർ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ എപ്പോഴെങ്കിലും മുഹമ്മദ് നബിയുടെ ഫോട്ടോ വരച്ചിട്ടുണ്ടോ? അത് ഇന്നലത്തെ മഴക്ക് പൊടിച്ച SDPക്കാരനെ കണ്ട് പേടിച്ചിട്ടാ? ഇതൊക്കെ ഉണ്ടായിട്ട് എത്ര ദിവസമായി? അത്ര കൊല്ലല്ലേ ആയിട്ടുള്ളൂ. എന്തുകൊണ്ടാണ് ഞങ്ങൾ നബിയുടെ ഫോട്ടോ വരയ്ക്കാത്തത്? നിങ്ങൾ കൈവെട്ടും കാലുവെട്ടിക്കളെന്ന് പേടിച്ചിട്ടല്ല. ഞങ്ങളുടെ ആചാര്യന്മാർ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരനും സുഖത്തിനായി വരയണം. ഞാൻ എന്റെ സുഖത്തിനു വേണ്ടി ചെയ്യുന്നൊരു കാര്യം കോടിക്കണക്കിന് മുസ്ലിങ്ങളെ വേദനിപ്പിക്കുന്നുവെങ്കിൽ ഞാൻ ആ ചിത്രം വരക്കണ്ട. ഇതാണ് ഞങ്ങളുടെ തീരുമാനം. ഹിന്ദുക്കൾ പശുവിനെ ആരാധിക്കുന്നു. ഗോമാതാവ്, അമ്മയുടെ മുലപ്പാലിനൊപ്പം കുടിച്ചു വളർന്ന പാല് പശുവിൻ്റെതായതുകൊണ്ട് ഹിന്ദുക്കൾ പശുവിന് അമ്മയുടെ സ്ഥാനം നൽകി. ഗോമാതാവ്. വെള്ളമില്ലാത്തൊരു ലോകത്തെ കുറിച്ച് ചിന്തിക്കുവാൻ സാധ്യമല്ലാത്തത് കൊണ്ട് വെള്ളം കിട്ടുന്ന സകല സ്രോതസ്സുകളെയും ഹിന്ദുക്കൾ അമ്മയായി കണ്ടു. കടലിനെ കടലമ്മ എന്ന് വിളിച്ചു, ഗംഗയെ ഗംഗാ മാതാവ് എന്ന് വിളിച്ചു. നാം ജീവിക്കുന്നതും ജനിക്കുന്നതും മരിക്കുന്നതും ഈ മണ്ണിലായതുകൊണ്ട് ഈ മണ്ണിനെ മഞ്ഞും മലയും മരുഭൂമിയും നിറഞ്ഞ വെറുമൊരു കരയായി ഹിന്ദു കണ്ടില്ല. മതാഭൂമി പുത്രോഹം പൃഥിവ്യ. ഈ മണ്ണിന്റെ അമ്മയാണ് ഞാൻ, ഈ മണ്ണിന്റെ മകനാണെന്ന് വേദങ്ങൾ നമ്മെ പഠിപ്പിച്ചു. അമ്മയായി കണ്ടു കരുതി ആരാധിക്കുന്ന ആ സാധുമൃഗത്തെ കൊല്ലാതെ വിട്ടുകൂടെ എന്ന് ചോദിച്ചാൽ അതിന്റെ മാംസം അടിച്ചു കയറ്റിയാൽ മാത്രമേ ഞങ്ങളുടെ അണ്ണാക്ക് നിറയൂ എന്ന് വാശി പിടിക്കുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അതങ്ങ് ഉപേക്ഷിച്ചൂടെ? 24 സംസ്ഥാനങ്ങളിൽ പശുവിനെ കൊല്ലുന്നതിന് നിരോധനമുണ്ട്. ഹരിയാനയിൽ, രാജസ്ഥാനിൽ, മധ്യപ്രദേശിൽ, ഗുജറാത്തിൽ, കർണാടകയിൽ
കേരളത്തിലും തമിഴ്നാട്ടിലും ഇല്ല. ഇവിടെ പശുവിനെ കൊല്ലുന്നില്ലേ? നിരോധിച്ചത് തിന്നണമെന്ന് വാശി പിടിക്കരുത്. നമ്മുടെ നാട്ടിലെ സഖാക്കള് ബീഫസ്റ്റ് നടത്തിയിട്ട് പറഞ്ഞു ഭക്ഷണ സ്വാതന്ത്ര്യം, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുവാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന സഖാവേ നീ ഒരു ഉടുമ്പിനെ കൊന്നു കാണ്ടുന്നു. അത്ര ധൈര്യമുണ്ട് നീ പുന്നാട് ടൗണിൽ വെച്ച് ഒരു ഉടുമ്പിനെ പരസ്യമായിട്ട് കൊന്നു കാണിക്കും? പറ്റുമോ? പറ്റില്ല. എന്തേ? നിരോധിച്ചിട്ടുണ്ട്. നിരോധിച്ചത് ചെയ്യരുത്. ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും നിരോധിച്ചിട്ടുണ്ട്. പോലീസുകാർ നോ പാർക്കിംഗ് ബോർഡ് ഇവിടെ വെച്ചാൽ അവിടെ കൊണ്ടുപോയിട്ട് വണ്ടി പാർക്ക് ചെയ്യരുത്. ചെയ്താൽ ഫൈൻ അടക്കണം. വാഹനം ഓടിക്കുമ്പോൾ സീറ്റ് ബെൽറ്റ് ധരിക്കണം, ഹെൽമെറ്റ് ധരിക്കണം എന്ന നിയമമുണ്ട്. അതനുസരിക്കണം. നിയമം പാലിക്കാനുള്ളതാണ്, ധിക്കരിക്കുവാനുള്ളതല്ല. ആയതുകൊണ്ട് ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഹരിയാനയിലും ഹിന്ദുക്കൾ മാതാവായി കണ്ടുകരുതി ആരാധിക്കുന്ന പശുവിനെ കൊന്നാൽ മാത്രമേ ഞങ്ങളുടെ വയറ് നിറയൂ എന്നെന്റെ പ്രിയ മുസ്ലിം സഹോദരങ്ങളെ വാശി പിടിക്കാതിരിക്കൂ. അവിടെ നിങ്ങളൊക്കെ തീവ്രവാദം അവിടെ കൊണ്ടുപോയിട്ടാണ് ഇപ്പൊ ഉത്തർപ്രദേശിലൊക്കെ പ്രശ്നം ഉണ്ടാകുന്നത്. വലിയ പ്രശ്നമൊന്നുമില്ല, തമ്മിലടിയൊക്കെ ഉണ്ടാവാറുണ്ട്. അതൊക്കെ അപ്പൊ തീരും. ദീർഘകാലാടിസ്ഥാനത്തിൽ ഹിന്ദുവും മുസ്ലിം വിരോധം ഉണ്ടായിരുന്നില്ല. ഇവിടെ എന്താ? ഹിന്ദുവിന്റെ കൂടെ ജീവിക്കുവാൻ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും തടസ്സമുള്ളത് ഒരു തടസ്സവുമില്ല. ചിന്തിച്ചാൽ ഒരു തടസ്സവുമില്ല. അതുകൊണ്ട് ഈ പുന്നാട് ടൗണിൽ ഇങ്ങനെ ഒരു സായം സന്ധ്യയിൽ ഒരു പൊതുയോഗം നടക്കുമ്പോൾ 15 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ വാളിനാൽ ഇല്ലാതാക്കപ്പെട്ട ഞങ്ങളുടെ പ്രിയപ്പെട്ട അശ്വിനി കുമാർ ജ്വലിക്കുന്ന തുടിക്കുന്ന ഓർമ്മകളായി ഇന്നും ഞങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന അശ്വിനി കുമാർ, ആ അശ്വിനിക്ക് തുല്യമല്ല ഇവിടുത്തെ 10,000 SDP-ക്കാർ. പക്ഷേ ആയുധത്തെ ആയുധത്തിന്റെ വാൾത്തലപ്പ് കൊണ്ട് തന്നെ ഇല്ലാതാക്കണമെന്ന് ഞങ്ങൾ പ്രതിജ്ഞയൊന്നും എടുത്തിട്ടില്ല. ഞങ്ങളുടെ സ്ഥാപകനായ പരംപൂജനീയ ഡോക്ടർ ജി ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആരെയും പേടിപ്പിക്കരുത്, നിങ്ങൾ ആരെയും പേടിക്കാനും പാടില്ല. പേടിക്കാതെയും പേടിപ്പിക്കാതെയും നമുക്ക് ഈ മണ്ണിൽ ജീവിക്കണം. വീട്ടിൽ നിന്നും തിരിച്ചു പോയാൽ അമ്മയും ഉമ്മയും കാത്തിരിക്കുന്നുണ്ട്, ഭാര്യ കാത്തിരിക്കുന്നുണ്ട്. തിരിച്ചു വീട്ടിലേക്ക് ചെല്ലുമെന്ന് ഉറപ്പുണ്ടാവണം. രാഷ്ട്രീയത്തിലോ സാമുദായിക സംഘടനകളിലോ മതങ്ങളിലോ നമുക്ക് പ്രവർത്തിക്കാം. പക്ഷെ ആ പ്രവർത്തനങ്ങളൊന്നും മനുഷ്യന്റെ കണ്ടത്തെ ഛേദിക്കുന്നതാവരുത്. 96 വർഷക്കാലമായിട്ട് ഈ രാഷ്ട്രത്തിന്റെ മുഖ്യധാരയിൽ മുഴുവൻ നിറഞ്ഞാടുന്ന പ്രസ്ഥാനമാണ് RSS. ഭാരതത്തിൽ എവിടെയും കലാപങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടില്ല. ഗുജറാത്ത് കലാപം ഉണ്ടാകുന്നതിന്റെ കാരണമൊന്നും ഇപ്പൊ ഇവിടെ വിശദീകരിക്കാൻ സമയമില്ല. 56 രാമസേവകന്മാരെ പച്ചക്ക് തീവണ്ടിയിലിട്ട് ചുട്ടുകൊന്നപ്പോ അവിടുത്തെ ഹൈന്ദവ സമൂഹം പ്രതികരിച്ചിട്ടുണ്ട്. അതിൽ 303 ഹിന്ദുക്കളും 706 മുസ്ലിങ്ങളും മരിച്ചിട്ടുണ്ട്. നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും SDP-കാരും പറയുന്നത് പോലെ അത് വംശഹത്യയല്ല, കലാപമായിരുന്നു. കലാപത്തിൽ ഭൂരിപക്ഷമുള്ളവരും 1000 ആളുകളും 10 ആളുകളും തമ്മിലടിക്കുമ്പോ 10 ആളുടെ ഭാഗത്ത് ആളുകൾ മരിക്കുമെന്നത് സ്വാഭാവികമാണ്. വംശീയ കലാപം നടന്നത്, വംശഹത്യ നടന്നത് 84-ൽ കോൺഗ്രസ് ചെയ്തതാണ്. ഒരു രാത്രിയും 4 പകലും കൊണ്ട് 1000-കണക്കിന് സിഖുകാരെ പച്ചക്ക് കൊന്നുകളഞ്ഞു. അതുകൊണ്ട് കണ്ണൂരിന്റെ മണ്ണിൽ പുതിയ കൊലപാതകങ്ങളും അക്രമങ്ങളും ഇല്ലാതിരിക്കണമെന്ന് കണ്ണൂരിന് പുറത്തുള്ള ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നു. സ്വസ്ഥവും സ്വൈരവുമായിട്ട് ഇവിടെ എല്ലാവർക്കും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുവാൻ കഴിയണം. അതിനിടയിലേക്ക് കൊലപാതകത്തിന്റെയും ഭീഷണിയുടെയും സ്വരങ്ങളാർക്കും പറയാം. 300 രൂപ ചലാൻ അടച്ചു കഴിഞ്ഞാൽ ഈ മൈക്ക് പെർമിഷൻ ഏത് സംഘടനക്കും കിട്ടും. RSSകാരന്റെ വീട് ഞങ്ങൾക്കറിയാം, ഞങ്ങൾ തട്ടിക്കളിയും വെട്ടിക്കളിയും എന്നൊക്കെ പറയാം. എല്ലാവരുടെ വയറിലും പിച്ചാത്തിക്കാരും. കാരണം ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ വയറ് എന്റെ അറിവിൽ ഇപ്പോൾ ആർക്കുമില്ല. പിച്ചാത്തി കൊണ്ടും വാളുകൊണ്ടും പരസ്പരം തോക്കുകൊണ്ട് കളിക്കുന്നതല്ല ഇത്. മാമാങ്കത്തിന്റെ കാലഘട്ടവുമല്ല. ആ കാലഘട്ടമൊക്കെ പച്ചോളി ഒതേന്റെ ഒക്കെ കാലഘട്ടത്തിലായിരുന്നു. 2 പേര് തർക്കം ഉണ്ടായി കഴിഞ്ഞാൽ 2 പേരാൾ വെട്ടി മരിക്കണം. അങ്ങനെയൊക്കെ കടത്തനാട്ടിൽ വലിയ അംഗമൊക്കെ ഉണ്ടായിരുന്നു. ഇത് കരുത്തുറ്റ ആശയം ആരുടെ കയ്യിലുണ്ടോ അവന്റെ കൂടെ ആളുള്ള കാലഘട്ടമായിരുന്നു. RSSും BJPയും അവരുടെ ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അവിടെ കമ്മ്യൂണിസ്റ്റുകാരോടും കോൺഗ്രസുകാരനോടും ഞങ്ങൾ പറയുന്നത് നമുക്ക് സംവദിക്കാമെന്നുള്ളതാണ്. 30 കൊല്ലം മുമ്പ് ഹിന്ദു ഐക്യവേദിയുടെ ആചാര്യനായ സത്യാനന്ദ സരസ്വതിസ്വാമികൾ മതങ്ങൾക്ക് മുന്നിൽ ഒരു വെല്ലുവിളി വെച്ചിട്ടുണ്ട്. അത് അടിയുടെ ഇടിയുടെ വെട്ടിന്റെ കൊലപാതകത്തിന്റെ വെല്ലുവിളി ആയിരുന്നില്ല, ആശയ സംവാദത്തിന്റെ വെല്ലുവിളി. ഒരു വേദിയിൽ വെച്ച് അദ്ദേഹം ചോദിച്ചു, മതമാണോ മനുഷ്യനാണോ വലുത്? എല്ലാവരും ഒരു ജാടക്ക് പറഞ്ഞു മനുഷ്യനാണ് വലുത്.
അപ്പൊ ചോദിച്ചു, മനുഷ്യ സാഹോദര്യത്തിനെതിരായി നിൽക്കുന്ന മതനിയമങ്ങൾ തിരുത്തപ്പെടേണ്ടതാണോ? ആണ്. എങ്കിൽ സ്വാമിജി അതൊരു വെല്ലുവിളി വെച്ചു. ഹിന്ദുവിന്റെ അടിസ്ഥാന പ്രമാണമായ വേദവും ഇസ്ലാമിന്റെ ഖുറാനും ക്രിസ്ത്യാനിയുടെ ബൈബിളും ഒരു മേശപ്പുറത്ത് വെച്ച് നമുക്ക് പരിശോധിക്കാം. മനുഷ്യ സാഹോദര്യത്തിനെതിരായി നിൽക്കുന്ന മതനിയമങ്ങൾ ഹിന്ദുവിന്റെ വേദത്തിലുണ്ടെന്ന് നിങ്ങൾ കാണിച്ചാൽ ആ വേദം കത്തിച്ചു കളയുവാൻ ഹിന്ദുക്കൾ തയ്യാറാണ്. മറിച്ച് ഭീകരവാദത്തെ വളർത്തുന്ന അശാസ്ത്രീയവും യുക്തിരഹിതവുമായ മതപ്രബോധനങ്ങളെ അടിവരയിട്ട് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ നിങ്ങളത് കത്തിക്കൊന്നും വേണ്ട, അത് തിരുത്തുവാൻ നിങ്ങൾ തയ്യാറാകുമോ? പുന്നാട് ടൗണിൽ അശ്വിനികുമാറിന്റെ 15ാമത് ബലിദാനം കഴിയുന്ന ഈ വേളയിൽ ആ ചോദ്യം ഹിന്ദു ഐക്യവേദി നിങ്ങളോട് ചോദിക്കുന്നു. നിങ്ങൾ തയ്യാറാണോ? മതഗ്രന്ഥങ്ങളെ വെച്ച് സമഗ്രമായ പരിശോധനയ്ക്ക് തന്റെ ഇടമുണ്ടോ ഇവിടുത്തെ ഏതെങ്കിലും ഇസ്ലാമിക സംഘടനകൾക്ക്? ഞങ്ങൾ തയ്യാർ. ഹിന്ദു ഐക്യവേദി തയ്യാർ. നമുക്ക് ദിവസങ്ങളോ ആഴ്ചകളോ എടുക്കാം. ആശയപരമായി തുറന്ന് സംവദിക്കാം. എത്ര പേര് വന്നുകൊള്ളട്ടെ. ആരോഗ്യകരമായ സംവാദത്തിലൂടെ അടിസ്ഥാന പ്രശ്നങ്ങളെ പരിഹരിക്കാം. അവിടെ നിന്നാണ് മാറ്റങ്ങൾ തുടങ്ങേണ്ടത്. നവോത്ഥാനം എന്ന് പറയുന്നത് ആശയത്തിന്റെ പ്രസ്ഫുരണമാണ്. ഏറ്റവും മഹത്തായ ദർശനങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടോ? നിങ്ങൾക്ക് പറകിൽ ആളുണ്ട്. അതുകൊണ്ടാണ് അമേരിക്കൻ ജനസംഖ്യയിൽ 70% ജനങ്ങൾ ഹിന്ദു വേ ഓഫ് ലൈഫിൽ ജീവിക്കുന്നത്. ജർമ്മനിയിൽ രാമായണം നിർബന്ധ പഠനമാണ് എന്നറിയണം. നമ്മുടെ നരേന്ദ്രമോദി യോഗയെ അവതരിച്ചപ്പോൾ 42 ഇസ്ലാമിക രാഷ്ട്രങ്ങളടക്കം 192 രാജ്യങ്ങൾക്ക് ജൂൺ 21-ാം തീയതി അന്താരാഷ്ട്ര യോഗാ ദിനമാണ്. കാരണം ഭാരതം എന്നും പ്രാർത്ഥിച്ചു, സർവേ ഭവന്തു സുഖിന, സർവരും സന്തുഷ്ടരാകട്ടെ, സർവേ സന്തു നിരാമയ, സർവരും ആരോഗ്യമുള്ളവരായി തീരട്ടെ, സർവേ ഭദ്രാണി പശ്യന്തു, സർവരും മംഗളങ്ങൾ ദർശിക്കട്ടെ, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേ, ആർക്കും ദുഃഖമുണ്ടാകാതിരിക്കട്ടെ. എന്റേതു മാത്രം ശരി, എന്റേതു മാത്രമാണ് എല്ലാത്തിനും പരിഹാരം എന്ന് പറയാതെ എന്റേതും നിന്റേതും ശരിയാണ്, ഓൺലി അല്ല ഓൾസോ ആണ് എന്ന് പറയുന്നിടത്ത് മതകലഹങ്ങൾ അവസാനിക്കുന്നു, സംഘർഷങ്ങളും പ്രശ്നങ്ങളും അവസാനിക്കുന്നു, സമന്വയത്തിന്റെ ശാന്തി സ്വരൂപത്തിന്റെ സമാജം രൂപപ്പെടുന്നു. ഇവിടെ RSS ഒരു ടാർഗറ്റ് മുന്നിൽ വെച്ച് പ്രവർത്തിക്കുകയാണ്. RSSന് 1925 100 വയസ്സാവും. ക്ഷമിക്കണം, 2025 1925 നമ്മുടെ പ്രസ്ഥാനത്തിന് 2025 100 വയസ്സ് പൂർത്തിയാകും. 100 വയസ്സ് പൂർത്തിയാകുമ്പോ ഞങ്ങൾക്കൊരു സങ്കല്പമുണ്ട്. എന്താണ് ആ സങ്കല്പം? RSSന്റെ പ്രാർത്ഥനയിൽ പറയും, പരം വൈഭവം നേതുമേതത് സ്വരാഷ്ട്രം, എന്റെ രാഷ്ട്രത്തിന്റെ സർവതോന്മുഖമായ ഉന്നതി. ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി 135 കോടി ജനങ്ങളുടെ ശ്രേയസ്സിന് സാധ്യമാക്കുന്ന, എല്ലാവർക്കും ഭക്ഷണം, എല്ലാവർക്കും വസ്ത്രം, എല്ലാവർക്കും പാർപ്പിടമുള്ള, സമത്വ സുന്ദരമായ, ജാതിയും മതവും ചോദിക്കാത്ത സമത്വ സുന്ദരമായ ഭാരതത്തെ കെട്ടിപ്പടുക്കുവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടുത്തെ ശാഖയുടെ ഘടനായകൻ മുതൽ രാഷ്ട്രപതി വരെയുള്ള കാക്കി ട്രൗസർ ധാരികൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ കുറച്ച് മലപ്പുറം കത്തി ശേഖരിച്ചു വച്ചത് കൊണ്ടൊന്നും ഈ പ്രസ്ഥാനത്തെയോ ഈ മഹത്തായ ആദർശത്തെയോ തകർക്കുവാൻ കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ സത്യമെന്നും വിജയിക്കും. അക്രമികളുടെ പക്ഷത്ത് 100 പേരുണ്ടായിരുന്നു കൗരവന്മാർ. ധർമ്മത്തിന്റെ പക്ഷത്ത് പാണ്ഡവർ 5 പേരെ ഉണ്ടായിരുന്നു. 18 ദിവസം കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ച് ശക്തി അളക്കപ്പെട്ടു. ധർമ്മവും അധർമ്മവും തമ്മിൽ സംഘർഷങ്ങൾ ഉണ്ടായി. ഒടുവിൽ 5 പേരാ ജയിച്ചത്. ധർമ്മം എന്നും വിജയിക്കും. ധർമ്മയേവ ഹതോഹന്തി ധർമ്മോ രക്ഷതി രക്ഷിത. ധർമ്മത്തെ രക്ഷിക്കുന്നവരെ ധർമ്മം രക്ഷിക്കും, ധർമ്മത്തെ നശിപ്പിക്കുന്നവരെ ധർമ്മം നശിപ്പിക്കും. നമ്മുടെ സമയം 2 മിനിറ്റ് കൂടെയുള്ളൂ, ഞാൻ അവസാനിപ്പിക്കാം. നക്ഷത്രങ്ങളിൽ വസിക്കുന്നവരെ നിങ്ങൾക്ക് പോലും ശാന്തി ഉണ്ടാകട്ടെ എന്ന പ്രപഞ്ചത്തിനും അതീതമായ കാഴ്ചപ്പാട് വെച്ചു പുലർത്തിയവൻ ഹിന്ദു. മനുഷ്യരെ കാഫറുകളെന്നും പാപികളെന്നും ദൈവത്തിന്റെ അടിമകളെന്നും വേർതിരിക്കാതെ കിർണന്തോ വിശ്വമാര്യം അമൃതസ്യ പുത്ര എന്ന് പറഞ്ഞവൻ ഹിന്ദു. സമസ്ത ലോകത്തിനും സുഖമാശീർവദിച്ചവൻ ഹിന്ദു.
മാലിക് ദീനും കൂട്ടരും ഇസ്ലാം മതവുമായി ഭാരതത്തിലേക്ക് വന്നപ്പോ അവര് സ്വീകരിച്ചവർക്ക് പള്ളി പണിതു കൊടുത്തവൻ ഹിന്ദു. സെന്റ് ജോർജും കൂട്ടരും ക്രിസ്തുമതവുമായി വന്നപ്പോ അവര് സ്വീകരിച്ചവർക്ക് ചർച്ച് പണിതു കൊടുത്തവൻ ഹിന്ദു. ലോകം മുഴുവൻ ജൂതന്മാരെ വേട്ടയാടിക്കൊന്ന സമയത്ത് മുംബൈയിലും കൊൽക്കത്തയിലും കൊച്ചിയിലും അവർക്ക് മാതൃകാ കോളനികൾ പണിതു കൊടുത്തവൻ ഹിന്ദു. ജർമ്മനിയിൽ പിറന്ന കമ്മ്യൂണിസത്തെ ഇരുകൈകൾ നീട്ടി ബാലറ്റ് പേപ്പറിലൂടെ 1956 കേരളത്തിൽ സ്വീകരിച്ചവൻ ഹിന്ദു. എവിടെ ഏതെല്ലാം ഇസങ്ങളും മതങ്ങളും പിറന്നുവോ അതിനെല്ലാം ഇരുകൈകൾ നീട്ടി ഹൃദയത്തോട് സ്വീകരിച്ച ഹിന്ദുവിന്റെ മണ്ണ് മറഞ്ഞു മഹത്തായ ഗാന്ധാരദേശം, മറഞ്ഞു മഹോദാര ബ്രഹ്മപ്രദേശം, മുറിഞ്ഞറ്റു വീണു മനോരമ്യലങ്ക, മഹാദേവി നിൻ കാലിലെ പൊഞ്ചിലങ്ക. ഇനിയൊരു തുണ്ടു ഭൂമി ഭാരതത്തിന് നഷ്ടപ്പെട്ടുകൂടാ. 64 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ ഉണ്ടായിരുന്ന എന്റെ ഭാരതം ഗാന്ധാരദേശം അഫ്ഗാനിസ്ഥാനമായി, പാഞ്ചാലദേശം പാകിസ്ഥാനമായി, ബംഗാളദേശം ബംഗ്ലാദേശായി, ബ്രഹ്മപ്രദേശം ബർമ്മയായി തീർന്നു. എനിക്ക് ഒരു തുണ്ടു ഭൂമി പോലും നമ്മുടെ ഭാരതത്തിന് നഷ്ടപ്പെട്ടുകൂടാ. അങ്ങനെ ഒരു തുണ്ടു ഭൂമി പോലും ഭാരതത്തിന് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ഹിമാലയം മുതൽ കന്യാകുമാരി വരെ, കച്ച് മുതൽ കാമരൂപം വരെയുള്ള ഭാരതമെമ്പാടും ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ശമ്പളമില്ലാതെ രാഷ്ട്രമാതാവിനെ സംരക്ഷിക്കുന്നവർ വേണം. അവരുടെ പേരാണ് RSS അഥവാ രാഷ്ട്രീയ സ്വയം സേവക സംഘം. ഞങ്ങൾക്ക് മരണം നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക ന ചൈനം ക്ലേദയന്ത്യാവോ ന ശോഷയതി മാരുത. ആത്മാവിനെ മുറിവേൽപ്പിക്കുവാൻ അസ്ത്രങ്ങൾക്ക് സാധ്യമല്ല, അഗ്നിക്കതിനെ വെണ്ണീറാക്കുവാൻ സാധ്യമല്ല, ജലത്തിനതിനെ ശോഷിപ്പിക്കുവാൻ സാധ്യമല്ല. കാരണം ഇന്നല്ലെങ്കിൽ നാളെ നശിച്ചു പോകുന്ന ഈ ദേഹം എന്റെ രാഷ്ട്രത്തിന്റെ സംരക്ഷണത്തിന്. അതുകൊണ്ട് RSS പ്രാർത്ഥിച്ചു, നമസ്തേ സദാ വത്സലേ മാതൃഭൂമി. എപ്പോഴും നമസ്കാരം വാത്സല്യവതിയായ എന്റെ മാതൃഭൂമിക്ക്. ത്വയാ ഹിന്ദുഭൂമേ സുഖം വർദ്ധിതോഹം. അല്ലയോ ഹിന്ദുഭൂമേ, ആരാണ് ഹിന്ദുഭൂമി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അല്ലയോ ഹിന്ദുഭൂമേ, നീ ഞങ്ങളെ സുഖമായി വളർത്തി. മഹാമംഗലേ പുണ്യഭൂമേ തുടർത്തേ, മഹാമംഗലയായ പുണ്യഭൂമേ തുടർത്തേ നിനക്കായി പദത്വേഷ കായോ, എന്റെ ഈ ശരീരം പതിച്ചുകൊള്ളട്ടെ എന്ന് 15 വർഷം മുമ്പ് ആഹ്വാനം ചെയ്ത് ഭാരതമാതാവിന്റെ ശ്രേയസ്സിനായി ശരീരം പതിപ്പിച്ച അശ്വിനി കുമാർ എന്ന വീരയോദ്ധാവിന്റെ ജ്വലിക്കുന്ന ഓർമ്മകളെ ശിരസിൽ വഹിച്ചുകൊണ്ട് അദ്ദേഹം ഏത് മാർഗത്തിലൂടെ സഞ്ചരിച്ചാണോ ഈ രാഷ്ട്രത്തിന്റെ പരം വൈഭവം ലക്ഷ്യമാക്കി നീങ്ങിയത്, ആ പരം വൈഭവത്തിലേക്ക് RSS നടന്നെടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ സംഘം രാഷ്ട്രത്തിന്റെ സംരക്ഷണത്തിനാണ് എന്നും ജനിച്ച നാടും പെറ്റമ്മയും സ്വർഗത്തെക്കാൾ മഹത്തരമാണ് എന്നും ഈ രാഷ്ട്രമാതാവിനെ സംരക്ഷിക്കുന്നതിലൂടെ നീ നിന്റെ തലമുറയാണ് സംരക്ഷിക്കുന്നത് എന്ന് ദൃഢപ്രതിജ്ഞ ചെയ്ത് അശ്വിനി കുമാറിന്റെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുന്നിൽ ഭാരതീയ ധർമ്മത്തിന്റെയും സംസ്കാരത്തിന്റെയും ആൾരൂപമായിട്ട്, ഈ ഗ്രാമത്തിന്റെ നിലവിളക്കായിട്ട്, ഓരോരുടെയും ഹൃദയത്തിൽ കക്ഷിജാതി മത രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഒരു വിഗ്രഹം പോലെ വിളങ്ങി നിന്ന ആ ചെറുപ്പക്കാരനെ തുണ്ടം തുണ്ടമാക്കി വെട്ടിയരിഞ്ഞിട്ട് ആ ഭൗതിക ദേഹം നമ്മോട് വിട പറഞ്ഞ് 15 വർഷങ്ങൾക്കിപ്പുറവും ജ്വലിക്കുന്ന ഓർമ്മകളായിട്ട് അശ്വിനി അങ്ങ് ജീവിച്ചിരിക്കുന്നുവെങ്കിൽ അവസാനത്തെ ഹിന്ദു ജീവിച്ചിരിക്കുന്നിടം വരെ അങ്ങേക്ക് മരണമില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.